വിളിച്ചപേക്ഷിക്കട്ടെ. ആത്മാവിറങ്ങി, സ്വർഗം വിട്ടിറങ്ങി നമ്മളിൽ ഓരോരുത്തരിലും കത്തിപ്പടരുന്ന നിമിഷം ആത്മാഭിഷേകത്താൽ ജ്വലിക്കട്ടെ. യേശുവേ, എല്ലാവരും വിളിച്ചപേക്ഷിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കണ്ണുനീർ കാണുന്ന നല്ല ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവേ, എല്ലാവരും വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയേ, ഈശോയേ, ഞങ്ങളുടെ കണ്ണുനീർ നിറയ്ക്കുവാൻ യേശുവേ നീ സ്വർഗം വിട്ടിറങ്ങി വരണമേ. ഈ നിൽക്കുന്ന എല്ലാ മക്കളിലേക്കും യേശുവേ നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അവിടുത്തെ വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവ്. ഈശോയേ, എല്ലാം വിളിച്ചപേക്ഷിക്കുന്നു. ആത്മാവേ, ആത്മാവേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളുടെ ഈ ധ്യാന ദിവസങ്ങളുടെ പരിസമാപ്തിയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഇന്നുവരെ നീ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഞങ്ങൾ നന്ദിയോടെ നിന്റെ തിരുസന്നിധിയിൽ കാഴ്ചവെക്കുന്നു. വിശുദ്ധിയുടെ ഒരു കുംഭസാരം നീ ഞങ്ങൾക്ക് സമ്മാനിച്ചു. തുറവിയോടുകൂടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ചില ഇടങ്ങളോട് വേണ്ട എന്ന് വയ്ക്കുവാൻ, ചില സ്വഭാവത്തോട് വേണ്ട എന്ന് പറയുവാൻ, ചില ആകുലതകളോട് അല്പമൊന്ന് അകന്നു നിൽക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നന്ദിയോടുകൂടെ ഈ ദിവസം ഈശോയുടെ സന്നിധിയിലാവാം. ഞാൻ ഇവിടെ ആകുമ്പോഴും എൻ്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരുപാട് ആകുലതകൾ എൻ്റെ കൂടെ ഉണ്ടാവാം. എല്ലാ ആകുലതകളെയും ഈ ആലയത്തിൻ്റെ വെളിയിലേക്ക് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് തുറവിയോടുകൂടെ ആവാം. തുറവിയുള്ള ഹൃദയത്തിലാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാവുക. നമ്മളൊക്കെ വചനത്തിൽ വായിക്കുന്നുണ്ട് ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും വരുന്നതിനെ കുറിച്ചൊക്കെ. അതെല്ലാം ഈ ഭൂമിയെ നനച്ച് ഈ ഭൂമിയെ അനുഗ്രഹമാക്കിയിട്ടാണ് തിരികെ പോവുക. ഇന്ന് ഈ ദിവസം കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും മേലെ അഭിഷേകമായിട്ട് കടന്നു വരുവാൻ, അതെന്നെ അനുഗ്രഹിച്ചിട്ട് മാത്രമേ വിടുകയുള്ളൂ എന്നൊരു തീരുമാനവും ഒരു സന്തോഷത്തോടു കൂടെയുള്ള ആഗ്രഹവുമൊക്കെ ഉണ്ടാവണം. യെശയ്യായുടെ പ്രവചനത്തിലാണ് നാം വായിക്കുക, ഈശോയെ എല്ലാ വചനങ്ങളും ഞങ്ങളുടെ കൂടെ ആവണമേ എന്നൊരു ആഗ്രഹം. ഇന്നിൻ്റെ എല്ലാ ചിന്താഗതികളെയും നമുക്ക് ഈശോയോട് ചേർത്ത് വയ്ക്കാം. കടന്നു വരുന്ന ഓരോ മക്കളെയും എല്ലാ തടസ്സങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, ഈശോ വിളിച്ചവര്, തിരഞ്ഞെടുത്തവര് കടന്നു വരട്ടെ എന്നൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയെയും അഭിവന്യ മെത്രാപ്പൊലീത്തമാരെയും മെത്രാന്മാരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂദാശകൾ സമ്മാനിച്ച എല്ലാ വൈദികരെയും നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ ഈ ഒല്ലൂർ ഇടവകയെ ഏറെ സ്നേഹത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം. നമ്മൾ വിദൂരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടുകൂടെയാണ് പറയുക, ഞാൻ ഈ ഇടവക അംഗമാണെന്ന്. കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരെയും സഹവൈദികരെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമുക്ക് കൂദാശ നൽകിയ എല്ലാ വന്യ പുരോഹിതരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം.
അവരുടെ കരങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നു. ഏറെ പ്രത്യേകമായി നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ, നമ്മുടെ കൊച്ചച്ഛന്മാരെ, ഡീക്കന്മാരെ, ഈ ഇടവകയിലെ എല്ലാ സമർപ്പിതരെയും, സന്യാസിനികളെ ഓരോരുത്തരെയും, അവരുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ മേഖലകളെയും നാമൊക്കെ ഭാഗ്യമുള്ളവരാ. വിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെയാണ് നമ്മൾ നടക്കുക. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെയും വലിയ കരുണയുടെയും ഒക്കെ ഭാവമായി ഈ അമ്മയുടെ ചൈതന്യങ്ങൾ ഇവിടെ അലയടിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നമ്മളെ സഹായിക്കുന്ന ഗാന ശുശ്രൂഷയിലൂടെ, വചനവായനയിലൂടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശബ്ദവും വെളിച്ചവും പ്രകാശവും ഒക്കെയായി ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. മഴയും വെയിലും ഒന്നും വേക്കാതെ നമ്മളെ സുരക്ഷിതമാക്കുവാനായിട്ട് പരിശ്രമിച്ചവർ, നിരന്തരം പ്രാർത്ഥിക്കുന്നവർ, നമ്മളെ ആരെയും കാണുന്നില്ലെങ്കിലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഈ ദിവസം ഏറെ അഭിമാനത്തിൻ്റെ, അതിലേറെ ആത്മനിർവൃതിയുടെ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ കടക്കുന്ന ഇടമായി ഇതിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ കൂടെയുള്ള സങ്കടങ്ങളും വിട്ടുമാറാത്ത രോഗപീഠകളും തടസ്സങ്ങളും, വിവാഹ തടസ്സം, ഭവന തടസ്സം, പഠന തടസ്സം എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്നൊരാഗ്രഹത്തോടു കൂടെ, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശടയാളം വരയ്ക്കാം. ഇന്നലെ പഠിച്ചതുപോലെ നെറ്റിയിലാകുമ്പോൾ അവിടെയുള്ള അശുദ്ധ ചിന്താഗതികളെ, അതരത്തിലൂടെ കടക്കുമ്പോൾ സംഭവിച്ചു പോയ പാളിച്ചകളെ, ചങ്കിലേക്ക് നീളുമ്പോൾ നിന്റെ ചൈതന്യം ഉണ്ടാവണമെന്നൊരു വിചാരത്തോടു കൂടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒരു ഉന്മേഷമൊക്കെ ഒന്ന് വരട്ടെ, നാളെ പറയിപ്പിക്കത്തില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. അപ്പുറം ഇപ്പുറയൊക്കെ നോക്കിക്കേ, നമ്മുടെ സഹോദരങ്ങളല്ലേ. ഇരിക്കാം. ഇരിക്കുന്നതിന് മുമ്പ് ഇച്ചിരൂടെയൊക്കെ ഒന്ന് കയറിയിരിക്കാവോ? അതുകൂടാതെ ഈ കസേരയിൽ നിന്ന് ഇച്ചിരി മാക്സിമം പരവതാനിയുടെ ഉള്ളിലേക്ക് വിടാവോ? ആ ചേട്ടന്മാരുടെ സൈഡിൽ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരാൻ തോന്നിയാലോ? എല്ലാവരും ഒന്നേറെ ആ പരവതാനിക്ക് ആ മഞ്ഞ ഉടുപ്പെട്ട ചേച്ചി ഇച്ചിരി കയറ്റിക്കോ. ഈ ഒരു നടപ്പാതയ്ക്ക് ഉള്ളിലാവണം കേട്ടോ. നമ്മൾ നമ്മുടെ ധ്യാന ചിന്തകളുടെ ഈശോയുടെ കൂടെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ദിവസത്തിൻ്റെ അവസാന ദിവസം തീരുകയല്ല. ഇന്ന് കിട്ടുന്ന ചൈതന്യങ്ങളാവണം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കൃപയാവണം. നമ്മൾ ധ്യാന വിഷയങ്ങളൊന്നും മറന്നു പോകരുത്. നമ്മൾ ആഗ്രഹിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനമാണ്. മാക്സിമം കയറി കേട്ടോ. ഫ്രണ്ടിൽ കസേരയൊക്കെയുണ്ട്, കൈവയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ കസേരയുണ്ട് കേട്ടോ. ചേച്ചി തപ്പി വരുന്നുണ്ട്. ദൈവത്തോട് കൂടെ ആവുക, ദൈവവും നമ്മുടെ കൂടെ ആവും. നമ്മൾ ചിന്തിച്ചത് ഒന്ന്, നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് നിരക്കുന്നതായിട്ട് മാറണം. 2, പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോടൊപ്പമാവാം. 3, ചെയ്യുന്ന കാര്യങ്ങൾ, പച്ചക്കറി അരിഞ്ഞതൊക്കെ മറന്നുപോയില്ലല്ലേ, കാരുണ്യത്തോടുകൂടെ ആവണം. 4, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാവണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുമ്പോഴാണ്, അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് നാം ഒക്കെ ആത്മീയരാവുക. നമ്മളിപ്പോൾ സ്തുതി ചൊല്ലിയല്ലേ, കൈക്കസ്തൂരി എന്ന് പറയും. നമ്മളെന്താ പറഞ്ഞേ? തോമസ് ചേട്ടാ സ്തുതിയായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. തങ്കമ്പോ സ്തുതിയായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്? അല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ആ ഈശോയ്ക്ക് നമ്മൾ സ്തുതി ചെല്ലുകയാണ്. നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ അല്ലേ, അച്ഛോ സ്തുതി എന്നാണ് പറയുന്നത്? അല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പോയ ഈശോ അവിടെയുണ്ട്. ഞാൻ ആ ഈശോയെയാണ് വണങ്ങുക, സ്തുതി ചെല്ലുക, ആരാധിക്കുക.
അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവന് കുറവുകൾ ഉണ്ടാവാം, പാളിച്ചയുണ്ടാവാം, ദരിദ്രനാവാം, പാവപ്പെട്ടവനാവാം, എന്തു തന്നെ ആയാലും അവൻ്റെ ഉള്ളിലുള്ള ദൈവികത കാണുമ്പോഴാണ് നമുക്ക് അവനെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമിലിയൻ കോൾബെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡാമിയൻ, മദർ തെരേസ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം ചുറ്റുവട്ടമുള്ള മനുഷ്യരെ പരിഗണിക്കുവാനായിട്ട് മനോഭാവമുള്ളത് കൊണ്ടും ചങ്ക് തുറന്ന് അവരെ സ്വീകരിക്കുവാനുമുള്ള ഇഷ്ടമുള്ളായത് കൊണ്ടാണ്. കുഷ്ഠരോഗിയെ പോലും ചുംബിക്കുവാൻ അസീസിലെ പുണ്യവാന് സാധ്യമായത് ആ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ ഒരു പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പരിഗണിക്കാൻ പറ്റാതെ ഞാനെന്ന ഭാവത്തിൽ ഞാനെന്ന ചിന്തയിൽ നമ്മൾ മാറിയത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക സങ്കടങ്ങളും ഒരു വലിയ കണ്ണുനീരായിട്ട് മാറിയത്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ ചെറിയ ചെറിയ സംഭാഷണത്തിലൂടെ തുടങ്ങും, തർക്കമായിട്ട് മാറും, കലഹമാവും, അത് ഒരു വേർപാടിൻ്റെ വക്കീലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ചുറ്റുവട്ടമുള്ളവരെ ഒന്ന് പരിഗണിക്കാനുള്ള മനസ്സുണ്ടാവണം. അതുകൂടെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും. പരിഗണന ഉണ്ടാകുമ്പോഴാണ് അത് വേണ്ട, പൊക്കോട്ടെ എന്ന് പറയാം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലേ നമുക്ക് പറ്റുമായിരിക്കും. ഒരു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് പരിഗണിക്കും. ഇറ്റ്സ് ഓക്കെ, ചൽത്താഹേ, ഓക്കെ എന്നൊക്കെ നമ്മൾ പറയും. വെറുപ്പുള്ള ആളാണെങ്കിലോ അതിന് ഇരട്ടിയായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഭാഷകളൊക്കെ. മാക്സിമിലിയൻ കോൾബെ നമുക്കറിയാം, ജയിലിലായിരുന്നു, തടവറിലായപ്പെട്ടപ്പോഴത്തേക്കും കൂടെയുള്ള ഒരുവന് മരണശിക്ഷ വിധിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ഈ അച്ഛൻ സ്വയമായിട്ട് അവന് പകരമായിട്ട് മാറുക. ആരെയെങ്കിലും കൊന്നാൽ മതിയെങ്കിൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ തടവറ കിടന്ന മറ്റേ മകനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാക്സിമിലിയൻ കോൾബെ ഈശോയെ പോലെ തൻ്റെ ജീവിതം മാറ്റി വെച്ച് കൊടുത്തു. മാക്സിമിലിയൻ കോൾബെയുടെ വിശുദ്ധീകരണ സമയത്ത് ഈ തടവറ കിടന്ന ആള് അതിന് സാക്ഷിയുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു നന്മയാണ്, പ്രത്യേകമായി നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ ചുറ്റുവട്ടമുള്ളവരെ ഒന്ന് പരിഗണിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നന്മയും വിശുദ്ധിയും നമുക്കുണ്ടാവണം. പരിഗണനയുടെ വലിയ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ, അത് നമ്മുടെ സമൂഹ ജീവിതമാവാം, സമർപ്പണ ജീവിതമാവാം, പൗരോഹിത ജീവിതമാവാം, ജോലിയിടങ്ങളിലൊക്കെ ആവാം, ഒന്ന് പരിഗണിച്ച് കൊടുത്താൽ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, അവനില്ലായ്മയിൽ ഒന്ന് കരം പിടിച്ച് കൊടുത്താൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആ വെള്ളപ്പൊക്കത്ത് വലിയ പോസ്റ്റർ അടിച്ചല്ലേ ഇങ്ങനെ കൈ പിടിക്കുന്ന കേരളത്തെ കാണിച്ചിട്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നാവല്ലേ. എല്ലായ്പ്പോഴും താഴേക്കടിയിലുള്ളവനെ ഒന്ന് പിടിച്ചുയർത്തുവാനായിട്ട് നമ്മുടെ മനസ്സും മനോഭാവം തുറന്നു കൊടുക്കുമ്പോൾ നാം ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഒരുപാട് പേരുടെ മനസ്സിൽ നാം ഒക്കെ എന്നും സ്ഥിരപ്രതിഷ്ഠയുണ്ടാകും. മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പറയും, വിൻ ദ ഹാർട്ട് ഓഫ് പീപ്പിൾ. നമ്മുടെ കുടുംബജീവിതത്തിൽ അത് മരുമകളാകും, അമ്മായിമ്മയാകും, അമ്മായിപ്പന ആര് തന്നെ ആയാലും അപരൻ്റെ ഹൃദയം ഒന്ന് കീഴടക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപരൻ്റെ ഹൃദയം കീഴടക്കാൻ സാധ്യമാകാതെ എന്തു ചെയ്താലും നമുക്ക് സന്തോഷമുണ്ടാവുകയുമില്ല. അവിടെ എല്ലാം പരാതിയും പരിഭവങ്ങളും മാത്രമായിരിക്കും. അടുത്തത് പറഞ്ഞത് മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാകും. അടുത്തത് മറ്റുള്ളവരിലെ ക്രിസ്തുവിൻ്റെ ഭാവം കാണുക. നല്ല സമറിയാക്കാരൻ അവൻ്റെ യാത്രാമധ്യേ കണ്ടുവന്ന ആ വ്യക്തിയിൽ ഒരു ക്രിസ്തുവിൻ്റെ ഭാവം കാണാൻ പറ്റും. ആദ്യം പോയ ആള് പുരോഹിതൻ, അവനറിയാം അവൻ്റെ കൈ അശുദ്ധമാകരുത്, പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി സ്വയം ശുദ്ധമാക്കിക്കൊണ്ട് പോകേണ്ടവനാണ്. നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അവൻ്റെ കാര്യങ്ങൾ പോയത്. രണ്ടാമത് പോയവനും അപ്രകാരം തന്നെ നിയമത്തിൻ്റെ നൂലാമാലയിൽ നിന്നുകൊണ്ട് അവൻ അനുവദിക്കുന്നത് മാത്രം ചെയ്യുവാൻ ആഗ്രഹമുണ്ടായി കാണാമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നിയമത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് ഒന്നും രണ്ടും പോയവർ പോയത്. അതിൽ പോയത് എങ്ങോട്ടാണ്? ബലിയർപ്പിക്കാനാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് പുരോഹിതനും ലേവായനുമായതുകൊണ്ട്. മൂന്നാമത് പോയവന്റെ കണ്ണ് ഈ വീണ് കിടക്കുന്ന മനുഷ്യനിലേക്ക് ഉടക്കുന്നുണ്ട്. അവൻ തൈലവും വീഞ്ഞുമൊക്കെ ഒഴിച്ച് കെട്ടുന്നു, മുറിവുകൾ വെച്ച് കെട്ടുന്നു, ശുശ്രൂഷിക്കുന്നു. അവനെ വീണ്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല. ഇന്നലെ നമ്മൾ ധ്യാനിച്ചു ധൂർത്തപുത്രന്റെ 1, 2, 3, 4, 5, 6 കൂടെ അവൻ ചെയ്യുന്നുണ്ട്. ഉപേക്ഷിച്ച് പോവുകയല്ല, അവനെ എടുത്ത് സുരക്ഷിതമായ ഒരിടത്ത് ഏൽപ്പിക്കുകയും വീണ്ടും ആവശ്യമായ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് കൊടുത്തിട്ട് പോവുകയും ചെയ്യുക. സഭാ പണ്ഡിതര് വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ്: അന്ന് യഥാർത്ഥമായ ബലി നടന്നത് ആ ആദ്യം പോയ 2 പേരും അർപ്പിച്ച അൾത്താരയിൽ ആയിരിക്കണമെന്നില്ല. ആ അൾത്താര ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുക വഴിയിലേക്ക്. അന്ന് യഥാർത്ഥമായ ബലി നടന്നത്, ക്രിസ്തുവിന് സ്വീകാര്യമായ ബലി നടന്നത്
ഈ വഴിത്താരയിലാണ്. സമറിയാക്കാരനാണ് അവിടെ ഈശോയ്ക്ക് പ്രിയപ്പെട്ട ബലി അർപ്പിക്കാൻ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പറയുക. നമ്മുടെ ജീവിതത്തിലും ചില ആചാരങ്ങളിലൂടെ, നിയമത്തിലൂടെ മാത്രം നമ്മൾ പോകുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ കരുണ ഉപേക്ഷിക്കുന്നുണ്ട്. ഓരോ ജീവിതങ്ങളിലും ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ പറ്റുക. വഴിയിലുള്ള പാവപ്പെട്ടവരിലും വ്രണപ്പെട്ടവരിലുമൊക്കെ ആ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ നമുക്ക് കാണുവാനുള്ള തുറവി അവിടെ നമുക്ക് കുഷ്ഠരോഗി ചിന്തിക്കാൻ പറ്റും. പുഴുവരിക്കുന്നവരെയും ഞങ്ങൾക്ക് കൊണ്ട് ശുശ്രൂഷ, സ്ട്രീറ്റിലുള്ള മക്കളെ എടുത്തു വളർത്തുന്ന ഒരു ശുശ്രൂഷ. ചിലപ്പോഴൊക്കെ ഇവരുടെ കാലിൽ വ്രണങ്ങളായിരിക്കും. നമുക്ക് പുഴുവരിച്ചിട്ട് മണം കൊണ്ട് നിൽക്കാൻ മേലായിരിക്കാം. മാനസിക രോഗികളെയൊക്കെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. ട്രിവാൻഡ്രത്തേക്ക് ആശ്രമമുണ്ട്. നമ്മൾ അവരിലൂടെ കാണുക എൻ്റെ ക്രിസ്തുവിനെയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ദരിദ്രനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, ബലഹീനനായിരുന്നു. പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമാവുക. നമ്മിലും ക്രിസ്തു ഭാവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവർ, നമ്മൾ വായിക്കാറുണ്ടല്ലേ, ആകാശത്തിലെ പറവകൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണം. ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള ഒത്തിരി പേര് പങ്കുവയ്ക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒരിക്കലും ആകുലപ്പെടേണ്ടി വരും. ചെന്നായിപ്പാറയിലെ അച്ഛനും എപ്പോഴും പറയും, ജോഷിച്ചൻ എപ്പോഴും പറയും, അവിടെ ആകാശപ്പറവുകളുടെ അവിടെ ഒന്നും ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് മതിലുകളില്ല കേട്ടോ. ഞങ്ങളുടെ ആശ്രമം എപ്പോഴും ഓപ്പണാണ്, മതിലുകളുമില്ല, വാതിലുമില്ല. വന്നവർക്കൊക്കെ അറിയാം, കുറച്ച് വന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അനുഭവിക്കുന്നത് ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെയാണ്. ഞങ്ങൾ പല പ്രാവശ്യം പള്ളികളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്നത് കണ്ടതൊക്കെ ഈ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ, അനാഥരായ ദരിദ്രരായവർക്ക് വേണ്ടി ജോലി ചെയ്തപ്പോഴൊക്കെയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഇങ്ങോട്ട് ഗുജറാത്തിൽ നിന്നും ട്രാൻസ്ഫറായി ഈ ആശ്രമത്തിലേക്ക്. ഞാൻ ചോദിച്ച് മേടിച്ച് വന്നതാണ്. വന്നതിൻ്റെ പിറ്റേ ആഴ്ച നമുക്ക് ഓണമൊക്കെ ആയിരുന്നു. എനിക്കധികം വലിയ പരിചയം, നമ്മുടെ ബ്രദറും ഉണ്ട് അവിടെ. വലിയ പരിചയമൊന്നും സ്ഥലത്തിലായിട്ടില്ല, 1 മാസത്തേക്കുള്ളിൽ ആയിട്ടുമില്ല. സെപ്റ്റംബർ ഞങ്ങളിങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള വലിയ ഒരുക്കത്തില്ല. 100-300 പേര് വരും. കാരണം ഞങ്ങളുടെ ബെനഫാക്ടേഴ്സും ചുറ്റുവട്ടമുള്ള ആൾക്കാരെ വിളിച്ച് നമ്മൾ ഓണത്തിൻ്റെ ഒരു ഫുഡ്, ഒരു ലിറ്റർജിയുടെ ഭാഗമായിട്ടല്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗം. അവിടെ എല്ലാ മതക്കാരും, ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിംസൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരുമായിട്ടൊരു ആഘോഷമുണ്ട് അവിടെ. കാണുമെന്നൊരു ചിന്തയാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങൾക്കൊരു മേരിയമ്മ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മേരിയമ്മ അവിടെ വന്നിട്ട് 35 വർഷമായി. എല്ലാ ദിവസവും രാവിലെ അമ്മ ആ വെട്ടുകാട് പള്ളിയിലൂടെ നടന്ന് ഈ മല കയറി ആശ്രമത്തിൽ വരും. പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കും, വൈകുന്നേരം പോവും. ഒരു പരാതിയുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 35 വർഷം. ഇന്നും സന്തോഷത്തോടു കൂടിയാണ് അമ്മ അവിടെ ജോലി ചെയ്യുന്നത്. എല്ലാ മക്കളെ അറിയാം, അവിടെ കടന്നുപോയ എല്ലാവരെയും അമ്മയ്ക്ക് പരിചയമാണ്. എല്ലാവരും അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവരുമൊക്കെയാണ്. ഓണം ആഘോഷമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ സുപ്പിയർ അച്ഛൻ വേറെ ധ്യാനിപ്പിക്കാൻ പോയി. ഞാനും അവധിക്ക് വീട്ടിലോട്ടൊന്ന് പോയപ്പോഴാണ് ബദർ വിളിച്ച് പറയുന്നത്, അച്ഛാ നമുക്കിവിടെ അരിയില്ല, നാളെ 300 പേര് ചോറുണ്ണാൻ വരും. എനിക്ക് ആരെയും പരിചയമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. എൻ്റെ നമ്പർ ആർക്കും അറിയത്തുമില്ല. സുപ്പിയർ അച്ഛൻ നമ്പർ ഓഫുമാണ്. ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം? പൈസയില്ല, ആൾക്കാരെ അറിയത്തില്ല, എവിടുന്ന് മേടിക്കണം, നാളെ ഏതായാലും ആഘോഷമുണ്ടെന്ന് മാത്രം അറിയാം. ഞങ്ങളുടെ ബദറിൻ്റെ ഫോണിലേക്ക് അച്ഛൻ്റെ മെസ്സേജ് വരുന്നു, അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ട് വഴിയിൽ, ആ വഴി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഏതോ ഒരാൾ, നമുക്കറിയില്ല, വിളിക്കുക, അച്ഛാ ഞങ്ങൾ 2 ചാക്ക് അരി ഇരിപ്പുണ്ട്, ലൊക്കേഷൻ ഒന്ന് അയച്ചു തരിക, അങ്ങോട്ട് വരാനുള്ളത് അരി തരാൻ വേണ്ടിയാണ്. ഇത് ചെറിയ അനുഭവമായിരിക്കും. ഇതുപോലെയുള്ള ഒരുപാട് ഞങ്ങൾക്ക് 10-20 പേരേ ഉള്ളൂ കേട്ടോ. ചെന്നൈപ്പറയിൽ 300 പേരാ ഉള്ളൂ. നമുക്കറിയാം 300 പേരെ എങ്ങനെ മാനേജ് ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലേ, വീട്ടിലാപ്പടെ 4 പേരേ ഉള്ളല്ലേ. എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും 4 പേരെ ഒരു വീട്ടിലായിട്ട്? വ്യത്യസ്തമായ സ്വഭാവമുള്ളവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പരിപാലനയുണ്ട്. ഒരിക്കൽ പോലും ഈ മക്കൾക്ക് പട്ടിണി കിടക്കാൻ അനുവദിപ്പിക്കാതെ നമ്മളെക്കാട്ട് സുഭിക്ഷമായിട്ട് ഏറ്റവും നന്മയിലാണ് അവർ ജീവിക്കുക. നമ്മുടെ സോപ്പന്നാ കുളിക്കുന്നത്, മാക്സിമം എത്രയാണ്, ചന്ദ്രിക അതുപോലൊക്കെ ഉള്ളതായിരിക്കും അല്ലേ. ഞങ്ങളവന്മാരൊക്കെ പിയേഴ്സാണ് കുളിക്കുന്നത്. കാരണം ഞങ്ങൾ സ്കൂളിൽ ചെന്ന് പറയും, ഞങ്ങളുടെ മക്കൾക്ക് സോപ്പില്ല, എല്ലാ മക്കളും ഓരോ സോപ്പ് കൊണ്ട് തരണം. അങ്ങനെയുള്ളപ്പോൾ മക്കൾ, ഈ കുഞ്ഞുങ്ങൾ സ്കൂൾ കുട്ടികൾ വീട്ടിൽ പറയല്ലേ, അമ്മേ ഞങ്ങൾ ഇന്നലെ പോകുന്നുണ്ട്, നല്ല സോപ്പ് തരണം. നല്ല പരസ്യം കാണുന്ന സോപ്പുകളൊക്കെയാണ് ഞങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തമ്പുരാനോട് കൂടെയാകുമ്പോൾ, തമ്പുരാനിൽ ശരണപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുമെന്ന അനുഭവം. മറ്റുള്ള മനുഷ്യരിലൊക്കെ ആ ദൈവത്തെ കാണുവാനുള്ള ഉൾക്കാഴ്ചയുടെ തുറവി നമുക്കുണ്ടാവണം. വചന അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്
അത് സാധ്യമാവുക. വിശുദ്ധ ബൈബിള് വീടിൻ്റെ ഒരു മൂലയ്ക്ക് എല്ലായിടത്തും ഉണ്ടായിരിക്കാം. പോരാ. ഇന്നലെ ഞാൻ പറഞ്ഞു, കൈവക്കൊന്നും വേണ്ട, ചോദിച്ചാൽ മതി. എത്ര പേര് ഈ കൂട്ടായ്മയിൽ ഇന്ന് വരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വിശുദ്ധ ബൈബിള് ആദ്യ അന്തം വായിച്ചു തീർത്തു? കൈവക്കണ്ട, ചോദിച്ചാൽ മതി. ബാക്കിയെല്ലാം വായിക്കുമല്ലേ? സിനിമ കാണാം മണിക്കൂറുകളോളം, സീരിയൽ കാണാം ദിവസങ്ങളോളം, മാസങ്ങളോളം, ആഴ്ചകളോളം. പൂര ഒരുങ്ങിക്കൊണ്ടിരിക്കുക, നമ്മൾ പോവും മണിക്കൂറുകളോളം, ഒരു കുഴപ്പമില്ല. പുലികളിക്ക് ഞാൻ പലരും കണ്ടായിരുന്നു, പുലികളിക്ക് കാണാൻ പോയപ്പോഴത്തേക്ക്. ഞാൻ ആദ്യം കാണുന്നതുകൊണ്ട് പോയതാണ്. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഭാഷ ഒന്ന് കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്ക് സമയമില്ല. ബാക്കി നമ്മളെല്ലാം എപ്പോഴെങ്കിലും ചെയ്യും അല്ലേ? ഡിസോർഡർ ആയാൽ നമ്മൾ പൂർത്തീകരിക്കും ദിവസത്തിൻ്റെ കർമ്മങ്ങളൊക്കെ. ദൈവത്തോട് കൂടെയാവും. ഞാൻ ഉറപ്പ് എഴുതി വെച്ച് തരാം. നിങ്ങൾ നിയോഗം വെച്ചിട്ട് ഈ വിശുദ്ധ ബൈബിൾ വായിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ ആ വചനം വായിച്ചു തീർന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധൂകരിച്ചു തരും. ഒരു സംശയമാണ്. ഒരുപാട് പേരുടെ അനുഭവം കണ്ടതും കേട്ടതും നമുക്ക് മനസ്സിലായത് കൊണ്ടും മാത്രം പറഞ്ഞു തരികയാണ്. ആരംഭിച്ചോളൂ. ആരംഭിച്ചിട്ടില്ലെങ്കിൽ നാളെ വിശുദ്ധവാരം ആരംഭിക്കുക, തുടങ്ങിക്കോ. ഒരു ചാപ്റ്റർ 2 2. ഒന്നും മനസ്സിലായില്ലെങ്കിലും ആദ്യന്തം ഒന്ന് പറയാം. ഇവിടെ ചോദിക്കല്ലേ, നാളെ കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കാൻ പറ്റിയേനെ. നമ്മൾ ഇവിടുന്ന് വായിക്കും, ഇഷ്ടപ്പെട്ട വചനം മാത്രം. അങ്ങനെ ആവാതെ ഏറ്റവും തീവ്രതയോടുകൂടെ അത് പൂർത്തീകരിക്കും എന്ന് പറയാം. എൻ്റെ കൂടെയുള്ളൊരു അച്ഛൻ പുള്ളി ലെബനോനിലാണ്, സിറിയയിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. യുദ്ധം ആരംഭിച്ചിട്ട് പുള്ളി അച്ഛൻ എഴുതി മെസ്സേജ് അയച്ചിരിക്കും. 260 ദിവസം കൊണ്ടായി മൊത്തം യുദ്ധം ആരംഭിച്ചിട്ടെന്ന് അച്ഛൻ പറഞ്ഞു. യുദ്ധം ആരംഭിച്ച് അന്ന് അച്ഛൻ ബൈബിൾ ഒന്ന് പകർത്തി എഴുതാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച അച്ഛൻ ആ മുറി, ഒന്നും ചെയ്യാനില്ല, യുദ്ധമാണ് അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മൊത്തം അച്ഛൻ ഒറ്റയ്ക്ക് പകർത്തി എഴുതി. നമുക്ക് അത്രയും സാധിക്കുന്നില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാനുള്ള ഒരു നന്മ നമുക്കുണ്ടാവണം. കാരണം ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമ്മളുടെ യെശയ്യാ പ്രവചനം 55-ന്റെ 10-ലും 11-ലും പറയുന്നുണ്ട് എന്താണ് വചനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ. നാം ഇന്നലെ പറഞ്ഞതാണെങ്കിലും യെശയ്യാ 55 10 11. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. ആ വചനത്തിൽ ജീവിക്കുവാനുള്ള ഒരു കൃപ നമുക്കുണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എന്നും ഉണ്ടാവേണ്ടത്. വിശുദ്ധ കുർബാന നമ്മുടെ ഈശോയുടെ കൂടെ ആകേണ്ട ഒരു അനുഭവമാണ്. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ പ്രവൃത്തികൾ, കർത്താവിൻ്റെ പ്രവൃത്തികൾ അവൻ്റെ വചനം വഴിയാ. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി, പ്രകാശമുണ്ടാവട്ടെ, ശബ്ദമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അതേ ചൈതന്യമാണ്. വിശുദ്ധ കൂദാശകൾ നമുക്കറിയാം. വിശുദ്ധ കുർബാനയില്, വിശുദ്ധ കുമ്പസാരത്തില്, വീട് വഞ്ചരിപ്പിലൊക്കെ അഭിഷിക്തൻ തിരുവസ്ത്രം കഴിഞ്ഞ് പറയുകയാണ്, ഇത് അനുഗ്രഹമാവട്ടെ, ഈ അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമായി മാറട്ടെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ, നിന്റെ ഭവനം വിശുദ്ധീകരിക്കപ്പെടട്ടെ, രോഗം മാറ്റപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ വചനമാണ് നമ്മിലേക്ക് കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുന്നു വിശ്വസിക്കുന്നവനാണ് കൃപയുണ്ടാവുക. നമുക്കറിയാം, നമ്മൾ കുർബാന പങ്കെടുക്കാറുണ്ട്, കുമ്പസാരത്തിൻ്റെ ഭാഗമാകാറുണ്ട്, വീട് വഞ്ചരിപ്പിനും ഭാഗമാകാറുണ്ട്. നമുക്ക് ഏറ്റവും ഭക്തി എവിടെയാണ് തോന്നാറുള്ളത്? കുർബാനയും ഒരു കുമ്പസാരവും ഒരു വീട് വഞ്ചരിപ്പടം നോക്കിയാൽ മൂന്നൂരെടുത്താൽ ഏറ്റവും നല്ല ഭക്തി എവിടെ ഉണ്ടാവാറുള്ളത്? നമുക്ക് കുർബാനയ്ക്കായിരിക്കും. 2-ാം സ്ഥാനമായിരിക്കും വിശുദ്ധ കുമ്പസാരത്തിന്, 3-ാമത്തെ സ്ഥാനമായിരിക്കും വഞ്ചരിപ്പിനും. അതിൻ്റെ ആ സിസ്റ്റം ഒന്നും നോക്കാതെ കർമ്മം നോക്കിക്കുകയും ഒരു കുർബാനയാകണമെങ്കിൽ 4 കാരണങ്ങൾ മിനിമം ഉണ്ടാവണം. ഒന്ന്, അഭിഷിക്തൻ, തിരുപ്പട്ടമുള്ള പൗരോഹിത്യമുള്ള ഒരു പുരോഹിതൻ ഉണ്ടാവണം കുർബാനയാകണമെങ്കിൽ. തിരുവസ്ത്രം ഉണ്ടാവും, മിനിമം ഊറാറ എന്ന് പറയും, സ്റ്റോൾ, ഇതെങ്കിലും ഉണ്ടാവണം ഒരു കുർബാനയാകണമെങ്കിൽ. ഒരു വസ്തു ഉണ്ടാവണം, മെറ്റീരിയൽ, അവിടെ അപ്പവും വീഞ്ഞുമാണ്. വീണ്ടും ഉണ്ടാവണം ഒരു
ഭാഷയോട് കൂടിയ ആംഗ്യം. ഇത് ശരീരമായി മാറപ്പെടട്ടെ, രക്തമായി മാറപ്പെടട്ടെ. ഇതിനിടയ്ക്കോട് കുറേ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന സാംസ് ചേരുമ്പോൾ അത് കുർബാനയുടെ ഭാഗം, ഗഹന്ത പ്രേരൊക്കെ ഉണ്ടാവും. ഞാൻ ചുരുക്കി പറയാം, ഈ 4 കാരണങ്ങൾ നിർബന്ധമാണ്. ഒരു പൗരോഹിത്യം ഉണ്ടായിരിക്കണം, ഒരു തിരുവസ്ത്രം ഉണ്ടായിരിക്കണം, ഒരു മെറ്റീരിയൽ വസ്തു ഉണ്ടായിരിക്കണം, ഒരു ഭാഷയോട് കൂടിയ ആംഗ്യം. കുരിശടയാളത്താൽ പറയുന്നു ഇത് ആവട്ടെ, ആയി തീരട്ടെ. കുമ്പസാരത്തിലേക്ക് വരാം. അവിടെ ഉണ്ടാവണം ഈ 4 കാരണങ്ങൾ. ഒരു പൗരോഹിത്യം ഉണ്ടായിരിക്കണം, തിരുവസ്ത്രം ഉണ്ടാവണം, വസ്തുക്കൾ മാറുക. അവിടെ അപ്പവും വീഞ്ഞും ആയതുപോലെ ഇവിടെ ഉണ്ടാവുക ഞാൻ, എൻ്റെ ബലഹീനത, എൻ്റെ പാപങ്ങൾ, എൻ്റെ വ്രണപ്പെട്ട മുറിയപ്പെട്ട ജീവിതമൊക്കെയാണ് അവിടെ കാഴ്ചവെക്കുക. അവിടെ ഉണ്ടാവും ഒരു ആംഗ്യഭാഷയിൽ ഒരു സംസാരം, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. അപ്പം എപ്രകാരമാണോ ശരീരമായിട്ട് മാറിയത്, തിരുരക്തമായിട്ട് വീഞ്ഞു മാറിയതുപോലെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്ന് വൈദികൻ പറയുമ്പോൾ അവൻ്റെ കുറവിലേക്കല്ല സഭ നോക്കുക. സഭയുടെ നിക്ഷേപ ഭണ്ഡാരത്തിൽ നിന്നാണ് ആ കൃപാവരങ്ങൾ ഉണ്ടാവുക. 3 വീട് വഞ്ചരിപ്പ്, അവിടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു പുരോഹിതൻ ഉണ്ടാവണം, ഒരു തിരുവസ്ത്രം ഉണ്ടാവണം, വസ്തു മാറുകയാണ്. എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ കൊച്ചിൻ്റെ പേന, അവിടെ കട്ടിൽ രോഗാവസ്ഥ എന്താണോ വെച്ച് കൊടുക്കുക അവിടേക്കുണ്ടാവും വൈദികന്റെ അഭിഷിക്തന്റെ ഒരു വാക്ക്, അനുഗ്രഹമാവട്ടെ, അശുദ്ധി മാറപ്പെടട്ടെ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, നല്ല പരീക്ഷയാകട്ടെ, വെഞ്ചരിക്കപ്പെടട്ടെ, വാഹനം അനുഗ്രഹമാവട്ടെ, രോഗം മാറപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ഒരു കുർബാനയുടെ വിശുദ്ധിയിലെ വിശ്വാസമുള്ളവന് അത് അനുഗ്രഹമാണ്. ഞാൻ ഗ്രേഡ് പഠിപ്പിച്ചതല്ല, കർമ്മം പഠിപ്പിച്ചതാണ്. ഒന്നും കുർബാനയ്ക്ക് തുല്യമാവുകയുമില്ല. നമ്മുടെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരച്ഛൻ പറയും ഓക്കെ മോനെ ഓക്കെ കേട്ടോ അനുഗ്രഹമാവട്ടെ എന്ന് പറയുമ്പോഴും വിശ്വാസപൂർവ്വം സ്വീകരിക്കാനായിട്ടുള്ള തുറവി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹം. അപ്പോൾ വചനം, കർത്താവിൻ്റെ വചനം ഇറങ്ങി വരുന്നതാണ് നമുക്ക് അനുഗ്രഹം. അതാ ഞാൻ പറയുക, വീട്ടിൽ പോയിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. അടുത്ത ആണ്ടുവട്ട നോമ്പിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. എത്ര മനസ്സ് മടിച്ചാലും ഉറപ്പായിട്ടും തടസ്സം ഉണ്ടാകും കേട്ടോ, ഉറപ്പാ തടസ്സം. നിങ്ങൾ ദൈവത്തോടു കൂടി ആഗ്രഹിക്കുമ്പോൾ അത് തടസ്സമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓവർകം ചെയ്യാൻ പറ്റുമ്പോൾ, ജമ്പ് ചെയ്യാൻ പറ്റുമ്പോൾ അത് കൃപയാണ്. പല അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ധ്യാനം കൂടി ഒരു കൗൺസിലിംഗ് കൂടിയിട്ട് നാളെ ഞാൻ പള്ളിയിൽ പോകുമെന്ന് പറയുക. കുർബാന 6:30-ആണെന്നറിയാം. നമ്മളെല്ലാവരും റെഡിയായി നിൽക്കുമ്പം 6:15 ഒരു മഴ പെയ്യും. അതൊരു 1.5 മഴയായിരിക്കും. വെടിക്കെട്ട് മഴ പെയ്യും 6:15. ഞാൻ വീണ്ടും ആ പുതപ്പൊക്കെ ഒന്ന് പുതച്ച് അവിടെ കിടക്കാം, നാളെ പോവാം. 6:20 മഴ പോവുകയും ചെയ്യും. നമ്മളൊന്ന് ജമ്പ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാവണം. എത്രമാത്രം പ്രതിബന്ധമാണെങ്കിലും അതിനപ്പുറത്താവണം എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടം. പ്രഭാഷകൻ 43:26 അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പാതകൾ അനുഗ്രഹമാക്കുക കർത്താവിൻ്റെ വചനം മൂലമാണ്. ഒരു ശബ്ദമുണ്ട് എൻ്റെ കാതിൽ, ഇതാണ് വഴി, ഇതിലേ പോകൂ, നീ ആ ചിന്തയുണ്ടാവരുത്, ആ പാപത്തിൻ്റെ ഭാഗമാവരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു നന്മയുണ്ടാവണം. കർത്താവിൻ്റെ വചനമാണ് നമുക്ക് പാതയിൽ അനുഗ്രഹമാവേണ്ടത്. എല്ലാറ്റിനെയും താങ്ങി നിർത്തുകയാണ്. നിന്റെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ അനുഗ്രഹമാക്കുന്ന ഒരു കർത്താവ് ലോഗോസ് വചനമായിട്ട് കടന്നു വരുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിന്റെ 1:3 തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന എല്ലാ ജീവിത മേഖലകളെയും ജീവിത ബന്ധനങ്ങളെയും ഒക്കെ താങ്ങി നിർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ ത്രാണിയുള്ള അവന്റെ വചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പോകണം. അവന്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ഉറച്ച കട്ടയായിട്ട് മാറും. നെറ്റിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഞാൻ. എത്ര മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് വചനങ്ങൾ അറിയാം? കുഞ്ഞുങ്ങളൊക്കെ പറയുമല്ലേ വീട്ടിൽ, അച്ഛാ ദൈവ കൊച്ചു സംഗീതത്തിന് 21 കാണാതെ പറയുന്നു, 91 കാണാതെ പറയുന്നു. നമുക്ക് എത്ര പേർക്കറിയാം? ഒരു 10 വചനങ്ങൾ കാണാതെ അറിയാൻ നല്ലോണം. കൈപ്പൊക്കണ്ട, കൈയൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ധ്യാനിച്ചാൽ മതി. ഇത്രയും വലിയ പുസ്തകം, എത്ര വചനങ്ങളുണ്ട്. 10 എണ്ണം കാണാതെ അറിയോ? റെഫറൻസ് സംവെയർ ഇൻ ബൈബിൾ എന്ന് പറയാം. ആ ബൈബിൾ എവിടെയോ എന്ന് പറഞ്ഞേക്കാം. ഇത്ര വചനം, നമുക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്യപ്പെട്ട വചനങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ സ്പർശിച്ചതുണ്ടാകും. ധ്യാനിക്കണം, പഠിക്കണം. എത്ര തിരക്കാണെങ്കിലും ഈ ദിവസങ്ങളൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഒരു കുർബാനൊക്കെ പോക്കറ്റിലിട്ട് ഇടയ്ക്ക് നോക്കി ഒന്ന് പഠിക്കണം. വചനങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു അഭിഷേകം. ആ വചനത്തിന്റെ പേര് പറയുമ്പോൾ യെശയ്യാ 55:10 ബന്ധിക്കുന്നു. അത് ബന്ധനമാണ്, അനുഗ്രഹമായിട്ട് മാറുക.
നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോവുക ഈശോയുടെ വചനത്താൽ. ഒരുപാട് പേര് ഈ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് പേര് അശുദ്ധാത്മാക്കളെ ബന്ധിക്കാനൊക്കെ പറ്റാത്ത രീതികളുമൊക്കെ. അവിടെയെല്ലാം അവർ പരാജയപ്പെട്ടപ്പോഴും ഈശോയുടെ ശക്തിയേറിയ വചനം അത് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിത മേഖലയുടെ പൈശാചികമായ ഇടങ്ങളെയും രോഗപീഠകളെയും ഒക്കെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ആ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. മത്തായി 8:16 നാം ഇപ്രകാരമാണ് വായിക്കുക: സായാഹ്നമായപ്പോൾ അനേകം പിശാച ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എവിടേക്കാണോ പൈശാചികമായ ബന്ധം, തടസ്സങ്ങൾ എന്ന് പറയുന്ന ആ എല്ലാ തടസ്സങ്ങളെയും അനുഗ്രഹിക്കുവാൻ ശക്തിയുള്ള ത്രാണിയുള്ള ഒരു വചനം ദൈവത്തിൻ്റെതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലേ, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. പതിയെ പതിയെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. ഭയമാണ്, പ്രഘോഷിക്കാൻ നമുക്ക് ഭയമാണ്. കർത്താവിൻ്റെ വചനം, വീട്ടിൽ കൊച്ചിന് പനി വന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നു അസുഖം മാറിപ്പോകട്ടെ. വിശ്വാസപൂർവ്വം പറയുന്നവന് അത് കൃപയാണ്. കാരണം നാം എല്ലാവരും പുരോഹിതരാണ്, രാജകീയ പൗരോഹിത്യം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച് നമ്മളെല്ലാവരും. ബാക്കിയുള്ളവരൊക്കെ ശുശ്രൂഷ പൗരോഹിത്യം, മിനിസ്ട്രിയൽ പ്രീസ്റ്റ്ഹുഡ്. നമ്മുടെ ജീവിതത്തിൽ ആ സഭയുടെ വലിയ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം. എല്ലാ രോഗബലഹീനതയിൽ നമ്മൾ പഠിക്കണം. സങ്കീർത്തനം 107:20. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. തമ്പുരാന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ തുണയാവണം. എൻ്റെ പാദങ്ങൾക്ക് പ്രകാശവും വിളക്കുമൊക്കെ ആയിട്ട് മാറണം. ഞാൻ കടന്നു പോകുന്ന ജീവിതം വഴി അന്ധകാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈശോയെ നിന്റെ വചനം അനുഗ്രഹമാവും. കർത്താവ് നിന്റെ മരുന്നോ ലേപനമോ ഒന്നുമല്ല. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. മരുന്ന് ലേപനമൊന്നുമല്ല. കർത്താവ്, നിന്നെ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, ഞാൻ എൻ്റെ ഭൃത്യന് സുഖം പ്രാപിക്കും. നീ എൻ്റെ കുടുംബത്തിൽ, എനിക്ക് യോഗ്യത എനിക്കില്ല, ഞാൻ പാപിയാണ്, ബലഹീനയാണ്, പക്ഷേ നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ കുടുംബം, എൻ്റെ ഭൃത്യൻ, ഞാൻ അനുഗ്രഹപ്പെട്ടു പോവും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊക്കെ ആയിരുന്നു കൊണ്ട് ശുദ്ധതയുള്ളവരാകുവാൻ കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്നൊരു പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് നമ്മുടെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ എവിടേക്കെയോ വിള്ളലുകൾ ഉണ്ടായി. ആത്മാർത്ഥമായ വചനവായന, ആത്മാർത്ഥമായ പ്രാർത്ഥന, ആത്മാർത്ഥമായ സന്ധ്യാ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നമുക്ക് എവിടേക്കെയോ ഒരു ചടങ്ങ് മാത്രമായതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ. ഈശോ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, നിന്റെ കൂടെ ഞാൻ ഒരു ദൂതനെ അയക്കുന്നുണ്ട്, നീ എവിടെയായാലും നിനക്ക് തുണയാകാൻ. ഇന്നുവരെയുമുള്ള ജീവിതത്തിൽ നമുക്ക് തുണയായ ഒരു ദൂതൻ, ഒരു മലാഖ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. അവനെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദങ്ങൾ, നമുക്കറിയാം കൊച്ചുതോബിയാസിന് മലാഖ കൃപയായി മാറുന്നുണ്ട്. ഓരോ യാത്രയിലും കൂട്ടുകാരനായിട്ട് വന്നതുപോലെ എമ്മാവൂസിൽ ഇപ്പോൾ ശിഷ്യന്മാർക്ക് ഈശോയുടെ സാന്നിധ്യം ഉണ്ടായതുപോലെ മലാക്കിയുടെ പ്രവചനം, ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് പഴയ നിയമത്തിൽ, മലാക്കിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം: ഇതാ, എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പേ അയക്കുകയാണ്. നീ എങ്ങോട്ടാണ് പോവുക? ആ വഴിയൊക്കെ ശുദ്ധമാക്കുക. നമ്മൾ ആദ്യം ധ്യാനിച്ചു ഫസ്റ്റ് ദിവസം നമ്മുടെ ജീവിതത്തിൽ ട്രെയിൻ യാത്രയും നമ്മുടെ വാഹനത്തിൻ്റെ ഇടങ്ങളുമൊക്കെ മുമ്പോട്ടുള്ള വഴി കൂടെ സുഖമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക. ഇന്നെല്ലാവരും ഇന്നോ നാളെയൊക്കെ ആയിട്ട് വീട്ടിൽ പോയിട്ട് വായിക്കേണ്ട ഒരു വചനഭാഗമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ
എപ്രകാരമാണ് നാം ദൈവത്തോട് കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നുണ്ട്. സാധിക്കുന്നൊരു വീട്ടിൽ പോയിട്ട് വായിക്കുക, ഒന്ന് ഓടിച്ച് വായിക്കാവോ? നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും ഉന്നതനാക്കും. തമ്പുരാന്റെ നിയമങ്ങളും കൽപ്പനകളും നീ പാലിക്കുമ്പോഴാണ് നീ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായി മാറുക. 2, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. തമ്പുരാന്റെ വചനമാണ് എൻ്റെ വീട്ടിലുള്ള ഈ വലിയ തടിച്ച പുസ്തകം. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ എല്ലാ ഇടങ്ങളിലും ഇന്ന് ധ്യാനിച്ചു, മാതാപിതാക്കൾ ബഹുമാനിക്കുമ്പോൾ, കൽപ്പനകൾ പാലിക്കുമ്പോൾ നിന്റെ കൃഷിയിടങ്ങളിൽ നന്മയുടേതാകും, ചുറ്റുവട്ടങ്ങൾ അനുഗ്രഹമായി മാറും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നമ്മുടെ അടുക്കളയിൽ അന്നം ഒരിക്കലും ഒഴിയാതെ നിന്റെ അപ്പക്കുട്ടയും ധാന്യശേഖരണങ്ങളും ഒക്കെ നന്മയാകാനായിട്ട് നിനക്ക് വേണ്ടത് തമ്പുരാന്റെ കൽപ്പനകളും തമ്പുരാന്റെ വചനങ്ങളും ജീവിക്കുക എന്നുള്ളതാണ്. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നമാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധോഗതി ഉണ്ടാവുകയാണെങ്കിൽ, അസംതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ ഓർത്താ മതി, ഈ പറഞ്ഞ 14 വാക്കിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ മോശമായിട്ടുണ്ടാവാം. അത് ഓർത്താൽ മതി. ഈ പറഞ്ഞ 14 കാര്യം സാധിക്കുന്നവരൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രിൻ്റ് എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുറിയുടെ അവിടെ നിന്ന് ഒട്ടിച്ചു, വാതിലിൻ്റെ പുറകിലായാലും കുഴപ്പമില്ല, എന്നും കാണണം. എന്തുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം ഉണ്ടാവാത്തത്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ അല്പം ലൂസായിട്ട് പോയിട്ടുണ്ടാവാം, കണ്ണടച്ച് പോയിട്ട് വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടാവാം. അപ്രകാരം ആവാതിരിക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ്, മറ്റുള്ളവർ ഈശ്വര മുഖം കാണുമ്പോഴാണ് ദൈവികമായ നന്മ ഉണ്ടാവും. അടുത്തത്, സ്വന്തം വിശുദ്ധിയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. നമ്മൾ പറഞ്ഞത് മറന്നു പോകണ്ട. ഒന്ന്, ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തെ നിരക്കുന്നതായിട്ട് മാറണം. പ്രാർത്ഥനയുണ്ടാവണം. ചെറുതും വലുതുമായ കാര്യത്തിലൊക്കെ കാരുണ്യത്തോടുകൂടെ ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാവണം. മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണണം. അടുത്തത്, സ്വന്തം വിശുദ്ധിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യം. ഒരപ്പൻ, ഒരമ്മ, ഭർത്താവ്, ഭാര്യ, മകൻ, മകൾ, നമുക്കൊരു വിശുദ്ധി ഉണ്ടാവണം. അതിനപ്പുറത്തേക്കുള്ള ഒന്നും എൻ്റെ കൂടെ ഉണ്ടാവരുത്. ചിലയിടങ്ങളിൽ നമുക്ക് നോ പറയാൻ പറ്റണം. അവിടെ നമ്മളിങ്ങനെ ലൂസായി ഇങ്ങനെ മാറി മാറി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നൊഴിയാതെ തടസ്സങ്ങളുണ്ടാവും. എന്നിട്ട് ഓർപ്പിക്കുകയാണ്, ഈ തടസ്സം ആദ്യം ഒരു തടസ്സമാവുകയില്ല. നമുക്കറിയാം, ഓരോ പാപം ചെയ്യുമ്പോഴും അതിങ്ങനെ വളർന്ന് അതുവരെയും കുഴപ്പമുണ്ടാകാതെ പിടിക്കപ്പെടാതെ അവസാനം ഒരു പിടി പിടിക്കും. അതൊരു വീഴ്ചയായിരിക്കും.
ജയിലിൽ വന്ന എല്ലാ മക്കളും പറയുന്നത് ഇവരാരും ആദ്യമായിട്ട് ചെയ്ത പാപങ്ങളല്ല കേട്ടോ. 95%, 5% എപ്പോഴും കാഷ്വാലിറ്റീസ് ഉണ്ടാവാം. അവരെല്ലാവരും ഒരുപാട് തവണ പിടിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ കാരണമായത്. സുരക്ഷിതമായിരുന്നു അവർക്ക്. അപ്രകാരമാവാതെ ജീവിതത്തിൽ തികഞ്ഞ വിശുദ്ധിയോടുകൂടെ, അബദ്ധങ്ങളൊക്കെ പറ്റാം, വിശുദ്ധമായ കുമ്പസാരത്തോടുകൂടെ പാപം മോചിക്കണമെന്ന് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കിട്ടിയ കൃപാവരത്തിൽ നിലനിൽക്കുവാനായിട്ട്. ധൂർത്തപുത്ര ഉപമയിൽ റിട്ടേൺ തിരിച്ചു പോകുന്നു, ഒരിക്കലും വരാത്ത രീതിയിൽ പിതാവുമായിട്ട് കൂടിച്ചേരുന്നു, നഷ്ടമായ എല്ലാം സ്വീകരിക്കുന്നു, അവിടെ ആനന്ദമുണ്ടാകും. ജീവിതത്തിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ആകാൻ പറ്റണം. സ്വന്തം വിശുദ്ധിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ട്. വിശുദ്ധ കുർബാന നമുക്ക് വലിയൊരു ഉപാധിയാണ്. നമ്മുടെ കുർബാനയെക്കുറിച്ച് പറഞ്ഞതല്ലേ, 5 തവണയാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ നമുക്ക് സമാധാനം ലഭ്യമാകും. ഒന്ന്, വിശുദ്ധ സുവിശേഷത്തിൻ്റെ വായനയ്ക്ക് മുമ്പ് ബൈബിൾ വെച്ച് മറച്ചിട്ട് സമാധാനം നിങ്ങളുടെ കൂടെ. സാധിക്കുന്നവരൊക്കെ എന്നിട്ട് ഇങ്ങനെ വെക്കാൻ പഠിക്കണം. സ്വീകരിക്കാൻ എന്നോടും അങ്ങയുടെ ആത്മാവോടും ഉണ്ടാവട്ടെ. രണ്ടാമത്തെ സമാധാന അച്ഛന്മാർ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ, പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, ഞാൻ അയോഗ്യനാണ്, ബലഹീനാണ് ഈ ബലി അർപ്പിക്കുവാൻ, ഈ കർമ്മത്തിൻ്റെ ഭാഗമാകുവാൻ ഞാൻ അയോഗ്യനാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഇതെനിക്ക് അനുഗ്രഹമായിട്ട് മാറും. കാരണം പുരോഹിതൻ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ്, നിങ്ങൾക്ക് വേണ്ടി മുമ്പിൽ വയ്ക്കപ്പെട്ടവൻ. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് കൊടുക്കുന്നു, ദൈവകൃപാവരങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. രണ്ടാമത്തെ സമാധാന ആശംസയാണ്. അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും സമാധാനം നിങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ അപ്പുറയും ഇപ്പുറയും കൈമാറും. 3ഉം 4ഉം ആ കുർബാന സ്വീകരണം തൊട്ട് മുമ്പിലാണ്. കുർബാന സ്വീകരിക്കാൻ അവർ ഫാദർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അനുരഞ്ജനപ്പെട്ട് നമ്മൾ പാപങ്ങളൊക്കെ മോചിച്ചു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. നമ്മളപ്പം ഈശോയുടെ മക്കളായി മാറുകയാണ്, മകനും മകളുമായി. എഗെയിൻ വി കോൾ അവർ ഫാദർ, വീണ്ടും വിളിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവ്. നമുക്ക് യോഗ്യത വിളിക്കുക. ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ബോധമുണ്ടായി, പാപം ക്ഷമിക്കണം, ഭിന്നതകൾ മാറണം, കലഹം മാറണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഈശോയുടെ മകനായി മാറുകയാണ്, പിതാവിൻ്റെ മകൻ അല്ലെ മകളാകുന്നു. വീണ്ടും വിളിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. തുടർന്നൊരു ആശീർവാദമുണ്ട്, നീ ഈശോയുടെ പ്രിയപ്പെട്ട മകനായിരിക്കുന്നു, നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ, വിശുദ്ധ കുർബാന നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. തൊട്ടടുത്തൊരു പ്രാർത്ഥനയും കുറേയുണ്ട് കുർബാനയ്ക്ക് തൊട്ട് മുമ്പിലായിട്ട്, ആ കൃപാവരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് 4ാമത്തത്. ഏറ്റവും അവസാനം 5ാമത്തെ ഹൂത്താമ, ഫൈനൽ ബ്ലെസ്സിങ്, സമാപന ആശീർവാദത്തിൽ ഏറ്റവും അവസാനം നമ്മൾ വീണ്ടും ഒന്നും കൂടെ വൈദികൻ നിങ്ങൾക്ക് കുരിശടയാളത്താൽ നമ്മളെ ആശീർവദിക്കും. നമ്മൾ അവിടെ മിക്കാറും വെക്കാറുണ്ട് അല്ലേ, ഏറ്റവും അവസാനത്തെ ശീലിച്ചു പോയതുകൊണ്ട്. അവിടെ മാത്രമല്ല, ഈ 5 തവണയും ആൾത്താരയിൽ നിന്ന് കിട്ടുന്ന സമാധാനം നിങ്ങൾ സ്വീകരിക്കാൻ മനസ്സുണ്ടാവണം. ഈശോ എൻ്റെ ചിന്താഗതിയെ, എൻ്റെ ഹൃദയവികാരങ്ങളെ, മനോഭാവങ്ങളെ എൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വിശുദ്ധമാക്കിക്കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമെന്നൊരു ദാഹത്തിൻ്റെ പ്രാർത്ഥന മനസ്സിലായിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് 7 ഭാഗങ്ങളുണ്ട്. ശുശ്രൂഷയുടെ ഭാഗമായി പറയുമ്പോൾ ഏറ്റവും ആദ്യം ആമുഖ ശുശ്രൂഷയാണ്, ഇൻട്രൊഡക്ഷനാണ്. എന്താണിത്? കർത്താവ് പെസഹായിൽ അർപ്പിച്ച് അതിൻ്റെ അനുസ്മരണമാണെന്ന് പറയുന്ന ഒരു ഹെഡിങ് ഭാഗമുണ്ട്. അതാണ് ആമുഖ ശുശ്രൂഷ. നിങ്ങൾ ക്ഷണിക്കുകയാണ്, എല്ലാവരും വരുവിൻ, നമുക്ക് അർപ്പിക്കാം. കാരണം ഇത് നമ്മുടെ കർത്താവിൻ്റെ പെസഹായാണ്. അന്ന് ആ പെസഹായ അവിടെ അർപ്പിച്ചതുപോലെ വീണ്ടും അനുസ്മരിച്ചു കൊണ്ടുപോകാം. തുടങ്ങുകയാണ് അത്യുന്നതങ്ങളിൽ സ്തുതി. എവിടെയാണ്? കാലിത്തൊഴുത്തിൽ ഈശോയുടെ പിറവി ആരംഭിക്കുന്നു അവിടെ. തൊട്ടടുത്തത് ഈശോ പഠിപ്പിച്ച ആദ്യ പ്രാർത്ഥന, സങ്കീർത്തനം. അതായത് പഴയ നിയമ ജനത എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചത്? അവർക്ക് ദേവാലയം ഒന്നേ ഉള്ളൂ, ജെറുസലേം ദേവ. ബാക്കിയെല്ലാം സിനഗോഗുകളാണ്, കപ്പേളകൾ എന്ന് പറയുന്നത് പോലെ. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ പൂജകളില്ല, കൂദാശയില്ല, അവിടെ വായനകൾ മാത്രമാണ്. സങ്കീർത്തന വായനയാണ് വീണ്ടും നമ്മൾ പറയുക, കർത്താവ് രാജാവൊക്കെ ആയിട്ട്. സർവാധിപനാം തുടർന്നിക്കുകയാണ് മനുഷ്യാവതാരം. ആൾത്താരെ വിരിമാറുന്നു. അന്നുവരെയും എനിക്ക് അദൃശ്യനായിരുന്ന ദൈവം ഇന്ന് ദൃശ്യനായി. കാൽവരിയുടെ വിരിമാറിയിലെ അവൻ്റെ ബലിയാഗമാണ് ആ തിരശീല കീറിയത്. അങ്ങനെ കീറുമ്പോൾ എൻ്റെ കൂടപ്പറപ്പിൻ്റെ മേലെ ഞാൻ ബന്ധിച്ച തിരശീലകളൊക്കെ കീറണം. എൻ്റെ അപ്പുറയിപ്പുള്ള മനുഷ്യരിൽ ഞാൻ സമരസപ്പെട്ട് കാണണം. മനുഷ്യാവതാരം എന്ന് പറയുക എൻ്റെ അപ്പുറയിപ്പുറയുള്ള മനുഷ്യരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണലായിട്ട് മാറുകയാണ്. കഴിഞ്ഞു, ആ മുഖം കഴിയുക. കാരണം ക്രിസ്തു നമുക്ക് സമീപസ്ഥനായിട്ട് മാറി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് മാമോദിസയുടെ ഓർമ്മയൊക്കെ ആയിട്ട്. സർവാധിപനാം ഞാൻ കുമ്പിടുകയാണ്, നീയാണ് സർവത്തിൻ്റെയും അധിപൻ. തുടർന്നുള്ള വചനഭാഗം ശബ്ദമുയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം വചനം ആരംഭിക്കാൻ പോയി. ഈശോയുടെ മാമോദിസ കഴിഞ്ഞു. തുടർന്നുള്ള 3 വർഷക്കാലമാണ് പിന്നെ പറയുന്ന പഴയ നിയമ വായന, 2ാം വായന, സുവിശേഷ വായന. പഴയ നിയമത്തിൽ
ദൈവം പറയുന്നുണ്ട് ഈശോ ആരായിട്ട് മാറും, ഈശോ ആരാണെന്ന് പ്രവചനങ്ങൾ പറഞ്ഞ ഒരു രക്ഷകനെ കുറിച്ച്. പുതിയ നിയമവായനയിൽ ഈശോയുടെ കൂടെ ജീവിച്ചവരെ കണ്ട് വളർന്ന ഒരു ദൈവത്തെക്കുറിച്ച്. സുവിശേഷ വായനയിൽ അവൻ തന്നെ അവനെക്കുറിച്ച് പറയുന്നു. പ്രസംഗം വരെയാണ് വചന ശുശ്രൂഷ. ആമുഖം, ഇൻട്രൊഡക്ഷൻ കഴിയുന്നു, വചന ശുശ്രൂഷയായിട്ട് മാറുന്നു. വചന ശുശ്രൂഷ കഴിയുമ്പോൾ, കാറസസ കഴിയുമ്പോൾ വീണ്ടും കയറുക പുരോഹിതൻ അൾത്താരയിലേക്ക്, ഗത്സമനിലേക്ക് പോവുകയാണ്, ഒരുക്കുകയാണ്. ബസ്കസാകൾ അപ്പുറം ഇപ്പുറയും ഉണ്ട്, അവിടെ അപ്പവും വീഞ്ഞും ഒരുക്കിക്കൊണ്ട്. ആ ഒരുക്കാൻ പോകുമ്പോൾ നമുക്ക് വേണം നമ്മുടെ കാഴ്ച വസ്തുക്കൾ, എൻ്റെ ജീവിതം, എൻ്റെ അപ്പൻ, എൻ്റെ രോഗം, എൻ്റെ അമ്മ, എൻ്റെ ബലഹീനത, എൻ്റെ പാപങ്ങൾ, ക്ഷമിക്കപ്പെടാത്ത ജീവിത സാഹചര്യങ്ങളൊക്കെ സമർപ്പിച്ച് വേണം ആ അപ്പത്തിലേക്കും പിഞ്ഞിലേക്കും ഇറക്കാൻ. വിഭജന ശുശ്രൂഷയാകുമ്പോൾ ഒരുക്കി വെച്ചു. വിഭജന ശുശ്രൂഷ, ഗഹിന്ദ, അനാഫറുകളൊക്കെ അവിടെയാണ്. അദ്ദായി മാറിയുടെയൊക്കെ ഈ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് കുരിശടയാളത്തിൽ കാൽവരിയിലെ യാത്ര പോലെ ഈശോ ദണ്ണപ്പെട്ടുകൊണ്ട് പോവുകയാണ്. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ പാവന ബലിപീഠേ. അവിടെ നമുക്ക് അത് ചെയ്യാനുള്ള നന്മയുണ്ടാവണം. കാഴ്ചവസ്തുക്കളോടൊപ്പം അവിടെ നമ്മൾ വിഭജിച്ചു കൊടുക്കുന്നു. ഈശോ മിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളൊക്കെ അനുസ്മരിക്കുന്നു. ശോശപ്പ കൊണ്ട് ആ തിരുവസ്തുക്കൾ മൂടി വയ്ക്കുന്നു. വീണ്ടും തുടർന്ന് പോകുമ്പം വിരി പൊക്കാൻ പോവുകയാണ്. ഉത്ഥാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തല. ആ ശോശപ്പ ഇങ്ങനെ ചുരുട്ടി കല്ലറയ്ക്കകത്ത് കണ്ടത് ഈശോയുടെ വസ്ത്രം മാത്രമാണ്. ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. നമ്മളോട് പ്രാർത്ഥിക്കുന്നു അനുരഞ്ജനപ്പെടാനായിട്ട്. വിഭജനം കഴിഞ്ഞു, അടുത്ത അനുരഞ്ജനമാണ്. പ്രാർത്ഥിക്കുന്നു, കർത്താവേ എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും ഒക്കെ മാറ്റിയെടുക്കണമേ എന്ന്. എല്ലാ പാപങ്ങളും വീണ്ടും ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറപ്പെടുകയാണ്. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അനുരഞ്ജനം കഴിയാൻ പോവുകയാണ്. വീണ്ടും ദൈവ ഐക്യ ശുശ്രൂഷ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നെ ഉള്ളിലേക്ക് ഞാൻ ദൈവവുമായിട്ട് ഒന്നായി ചേരാൻ പോവുകയാണ്. അപ്പം സ്വീകരിക്കുന്നു. എമ്മാവൂസി ശിഷ്യന്മാരെ പോലെ ആ ഈശോ അപ്രത്യക്ഷമായിട്ട് മാറും. എൻ്റെ ഉള്ളിൽ ആ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതാണ് ദൈവ ഐക്യ ശുശ്രൂഷ. അവസാനം സമാപന ശുശ്രൂഷയാണ്. ഈ 7 ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാനയിലാവുക. ഇനി ചിന്തിക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുക? എൻ്റെ പള്ളിയിലെ സ്ഥാനം എവിടെയാണ്? മതിലിൻ്റെ പുറത്താണോ? മോണ്ടലത്തിലാണോ? വരാന്തയിലാണോ? പള്ളിക്കകത്താണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എവിടെയാണ്? ഈശോ മിശിഹായുടെ ജീവിത അനുഭവങ്ങൾ, ജനനം മുതലുള്ള എല്ലാ കർമ്മങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വരെ നമ്മുടെ കൂടെ അനുസ്മരിക്കുന്ന ഏറ്റവും അനുഭവവേദ്യമാകേണ്ട ഒന്നായി മാറണം. സന്തോഷത്തോടുകൂടി അർപ്പിക്കാൻ പറ്റണം. ഗാനം ആലപിക്കുന്നവർ ആ ജനത്തിൻ്റെ കരങ്ങൾ കൂപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. കണ്ണുനീര് കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ജയിലിൽ പോകുമ്പോൾ കുർബാനയൊക്കെ അവർക്കിത് അനുഭവമാണ്. അതിലെ ഓരോ വാക്ക് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ചങ്കിലേക്ക് കയറുക, മജ്ജയിലേക്ക് തുളഞ്ഞു കയറും അതിൻ്റെ ഓരോ വചനങ്ങളും. കാരണം അവർക്ക് ആവശ്യമാണ് ദൈവത്തെ. നമുക്ക് ആവശ്യങ്ങൾ കുറയുമ്പോഴാണ് പ്രാർത്ഥനയുടെ തീവ്രത കുറയുക. ആവശ്യം കൂടുന്തോറും പ്രാർത്ഥനയുടെ തീവ്രത കൂടും. 2 പ്രാർത്ഥന മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക്ക് മാറ്റുകയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മുടെ ചങ്കിലേക്ക് കൊള്ളേണ്ട എല്ലാ പ്രാർത്ഥനയും കൊള്ളണം കേട്ടോ, ഉപേക്ഷിക്കുക. ഇച്ചിരൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ 2 പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. കൂദാശയുടെ എല്ലാം കഴിഞ്ഞ് അപ്പവും വീഞ്ഞും വാഴ്ത്തി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. 7 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. നന്ദി നമ്മൾ എന്തിനാണ് ദൈവത്തോട് പറയേണ്ടതെന്ന്. അപ്പവും വീഞ്ഞും വാഴ്ത്തി ശരീരം രക്തവുമായിട്ട് മാറി തുടർന്നുള്ള പ്രാർത്ഥന, കർത്താവേ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാ അത്? 1 കോടലുണ്ട് പതറേ. 1, നിന്റെ മനുഷ്യാവതാരം. ഞാൻ പാപിയും ബലഹീനനുമായിരുന്നു, എന്നിട്ടും നീ എന്നോടൊപ്പമാകാൻ, നിന്നോടൊപ്പം എന്നെ ആക്കുവാൻ വേണ്ടിയിട്ട് നീ മനുഷ്യാവതാരം. 1, നിന്റെ ദൈവജയിൽ പങ്കുകാരാക്കാൻ വേണ്ടി നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. 2, ഞങ്ങളുടെ അധപ്പതനമുണ്ടായി. ഞാൻ പാപിയാണ്, ബലഹീനാണ്, ഒരുപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും ഞങ്ങളെ സമുദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് നീ നിന്നെ തന്നെ ശൂന്യനാക്കി. 1 മനുഷ്യാവതാരം. എൻ്റെ അധപ്പതനത്തിൻ്റെ മേഖലയിൽ ഒരു കുമ്പസാരക്കൂടിനപ്പുറത്തേക്ക് എന്നെ വെളിപ്പെടുത്താത്ത ഒരു ജീവിതമുണ്ട് എനിക്ക്. അധപ്പതിച്ചു പോയവനെ ഞാൻ, ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, വികാരം കൊണ്ടൊക്കെ. അവിടെ നീ എന്നെ സുരക്ഷിതനാക്കുകയാണ്. ഞാൻ മരിച്ചു പോയവനാ പലപ്പോഴും, നാണക്കേട് കൊണ്ട്, സമ്പാദ്യക്കുറവ് കൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് ഒരുപാട് മേൽ ഞാൻ അധപ്പതിച്ച് മരിച്ചവനെ പോലെ ആയിട്ടും നീ എന്നെ പിടിച്ച് ഉയർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പാപികളാണ്,
ഞങ്ങളുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം നിന്റെ സന്നിധി. ഒരു കുമ്പസാരത്തോടു കൂടി ഞങ്ങളുടെ എല്ലാ പാപങ്ങളും മാറുകയാണ്. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. എന്ത് എവിടെ പറയണം, എന്തെവിടെ പറയരുത്, എപ്രകാരം അവിടെ പോകണം, അവിടെ പോകാതിരിക്കണം, ബൗദ്ധിക മേഖല വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളെ അവിടുന്ന് പരാജിതരാക്കിയിട്ടുണ്ട്. നീ വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും പ്രതിബന്ധിപ്പിക്കുവാനായിട്ട് വചനം അയച്ചുകൊണ്ട്, മലഖമാരെ അയച്ചുകൊണ്ട്, സൗഹൃദങ്ങളെ അയച്ചുകൊണ്ട്, വ്യത്യസ്തമായ മലഖമാരാവാം, ഗുരുക്കന്മാരാവാം, അധ്യാപകരാവാം, മാതാപിതാക്കളാവാം, ഗുരുഭൂതന്മാരെ പോലെയുള്ള വൈദികരാവാം, സിസ്റ്റേഴ്സ്, ആര് തന്നെ ആയാലും ശത്രുക്കളെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ സുരക്ഷിതരാക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെ ആവുന്നുണ്ട്. ഞങ്ങളൊക്കെ ബലഹീനമായിട്ട് പോകുമ്പോഴും ഞങ്ങളുടെ പ്രകൃതിയെ, സ്വഭാവത്തെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയും. എത്ര വർഷമായിട്ട് കുർബാന കൂടുന്നു നമ്മൾ? ഈ 7 കാര്യം 7 നമുക്കറിയത്തില്ലല്ലേ? 7 അത്. നാളെ ഒരു കുർബാനയുടെ ഭാഗമാകുമ്പോൾ എപ്പോഴും ഈ പ്രാർത്ഥന അച്ഛന്മാർ ചെല്ലാതെ പോകത്തില്ല. ഏത് രൂപതയിൽ പോയാലും ഈ പ്രാർത്ഥനയുണ്ടാവും. അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുന്നു, നന്ദി പറയും. ഞാൻ ബലഹീന, എനിക്കൊരു യോഗ്യതയുമില്ല, ഈ അപ്പത്തിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രാർത്ഥന ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് അനുരഞ്ജനം കഴിഞ്ഞു, നമ്മൾ ദൈവ ഐക്യവുമായിട്ട് ചേരാൻ പോകുന്നു. അവിടെ വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആദ്യം ചൊല്ലി വീണ്ടും ചെല്ലുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് യോഗ്യതയുള്ളത്. എൻ്റെ പാപങ്ങളെ ഞാൻ ധ്യാനിച്ചു, ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് വെറുപ്പ് വിദ്വേഷവും മാറ്റി, എല്ലാം മാറ്റി വീണ്ടും ഞാൻ ഈശോയെ നിനക്ക് പ്രിയപ്പെട്ട മകനാകാൻ പോകുന്നു എന്ന ധ്യാനത്തിൽ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ. നമ്മളെല്ലാവരും പാടുമല്ലേ, താളത്തിൽ അങ്ങനെ പാടിപ്പോകും. അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ശക്തനായ ദൈവമേ, പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിരിക്കപ്പെട്ട കരങ്ങളുമായിട്ട്. നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. നിന്റെ കാരുണ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. എന്തിനാണ്? ഒരിക്കലും പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ. പലപ്പോഴും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് എപ്പോഴാണ്? എനിക്ക് പ്രലോഭനം ഉണ്ടായത് കൊണ്ടും ഞാൻ ആ പ്രലോഭനത്തിൽ വീണുപോയത് കൊണ്ടുമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് നീ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴിപ്പിക്കരുത്, കാരുണ്യം ഉണ്ടാവണമേ എന്ന ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ ശത്രുക്കളിൽ നിന്നും ഒക്കെ ഞങ്ങളെ മാറ്റിയെടുക്കണമേ. കാരണം നീയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും വലിയ നാഥൻ. നിന്റെ സന്നിധിയിലാണ് അധികാരമൊക്കെ. നാളെ മുതലുള്ള വിശുദ്ധ കുർബാനയിൽ ആദ്യന്തം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറണം. അന്നാ പെസഹ മുതൽ അവസാന ആശീർവാദം വരെയും പ്രിയപ്പെട്ടതായി മാറണം. അതിൽ കൂടുതലായിട്ട് നന്ദിയോടുകൂടെ മാനുഷികമായ നമ്മുടെ പ്രകൃതിയെ വിശുദ്ധമാക്കുന്ന ഈ 2 പ്രാർത്ഥന എപ്പോഴൊക്കെ കേൾക്കുമ്പോഴും മനസ്സിലിരുത്തിക്കൊണ്ട് അതിൽ ഓരോ വാക്ക് നമ്മുടെ ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് മാറണം. അതാണ് നന്മ. ഇനി അത് മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, കർത്താവേ ഞങ്ങളുടെ കൂടെ നിന്റെ കാരുണ്യം ഉണ്ടാവണം. എന്തിനാ? ഞാൻ പ്രലോഭനത്തിൽ വീണു പോവുകയാണ്. ചിന്ത അവിടെ പോലും ചിന്ത മാറിപ്പോവാം, പള്ളിയിരിക്കും പോലും അല്ലേ, പ്രലോഭനം ഉണ്ടാവുകയാണ്. അവയെ മാറാനായിട്ട് നമുക്ക് കർത്താവിനോട് കേണപേക്ഷിക്കലുണ്ടാവണം. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സ്വന്തം വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് അത്. ഞാൻ ഓടിച്ച് പറയുന്ന ഒന്നും കൂടെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട് കൂടെ ആകാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് നിരക്കണം. നിരന്തരം പ്രാർത്ഥിച്ചോണം, ഒരിക്കലും മനസ്സ് മടിക്കാതെ. ചെയ്യുന്ന എല്ലാ ജോലിയിലും അല്പം കാരുണ്യം കൂടെ, ഇഷ്ടപ്പെടാത്തതാണെങ്കിലും ഇഷ്ടമുള്ളതാണെങ്കിലും ഒക്കെ ചെയ്യണത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ. കുർബാന അങ്ങനെ കേട്ടോ. കുർബാനയ്ക്ക് വരുമ്പോൾ അവിടെ ഇരിക്കണം ഏതായാലും അല്ലേ. ഇപ്പം ഞാൻ ഇരിക്കുക, പെട്ടുപോയാലും ഇരിക്കുമല്ലേ, ഇറങ്ങിപ്പോകാൻ പറ്റൂല. ഏതായാലും ഇരിക്കണം. ഞാൻ മനസ്സും കൂടെ ചേർത്തിരിക്കുമ്പോൾ അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ സമയം നോക്കും, നീളുന്നില്ല, നീട്ടിക്കൊണ്ട് പോകും, എന്നാത്തിനാ ചിന്തിക്കും. പക്ഷെ ഒരാൾ പോലും ഇറങ്ങിപ്പോകത്തില്ല നോർമലായിട്ടും അല്ലേ. നമ്മൾ ഇരിക്കുന്നുകൊണ്ട് അനുഭവിക്കാൻ സാധ്യമാകുന്നുമില്ല. മഴ പെയ്യുമ്പോൾ ഞാൻ കുട പിടിച്ചിരിക്കുക, എനിക്ക് ആ മഴ നനയാൻ പറ്റില്ല. മഴ അനുഗ്രഹമായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ഞാൻ തടസ്സമാക്കി എന്തോ. വിശുദ്ധമായ കൂദാശകളുടെ ഭാഗമാകുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അവിടെ ആകാനുള്ള ഒരു തുറവി ഉണ്ടാവണം. എല്ലാ ചെയ്തിയിലും കാരുണ്യമുണ്ടാവുക, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാവണം. മറ്റുള്ളവരുടെ മുഖത്ത് ക്രിസ്തുവിൻ്റെ ഭാവം, അവൻ്റെ നിറമോ ജാതിയോ വർണ്ണമോ നോക്കാതെ. ഞങ്ങളുടെ സ്നേഹാശ്രമത്തിൽ എല്ലാ മതക്കാരും വരും. ഞങ്ങൾ ആരോടും പേര് ചോദിക്കാറില്ല. എല്ലാവരും മക്കൾ, മോനെ, മക്കളെന്നാണ് വിളിക്കുക. ആരുടെയും പേര് ചോദിക്കുക നിർബന്ധമാണ് പ്രാർത്ഥനയ്ക്കോ. ഞങ്ങളുടെയൊക്കെ സന്യാസ ജീവിതത്തെക്കാട്ടും ഏറ്റവും നല്ല ചിട്ടയാണ് ഞങ്ങളുടെ ആശ്രമത്തിലും. രാവിലെ 6 മണിക്ക് എല്ലാ മക്കളും, അസുഖമില്ലാത്തവർ എല്ലാവരും
ദൈവാലയത്തിലുണ്ട്. നിശബ്ദമായ ആരാധനയാണ് 6 തൊട്ട് 6:30 വരെ. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും, രൂപത്തെ പ്രാർത്ഥിക്കുന്ന ഓട്ടപ്പാലങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. 6 തൊട്ട് 6:30 വരെ ഞങ്ങളുടെ സൈലന്റ് അഡോറേഷൻ. 6:30 മണിക്ക് വിശുദ്ധ കുർബാന. കുർബാനയ്ക്ക് ശേഷം ഒരു അത്ഭുതം കാണാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ആണുങ്ങൾ ചൂലെടുക്കുമോ? രാവിലെ തല്ലാൻ വേണ്ടി എടുക്കുമായിരിക്കും, മിറ്റമടിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കമായിരിക്കും അല്ലേ? ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ 22 വയസ്സ് മുതൽ 79 വയസ്സുള്ള ചേട്ടന്മാർ ആ ചൂലൊക്കെ എടുത്ത് ഞങ്ങളുടെ ആശ്രമം കുറേയേറെ സ്ഥലമുണ്ട്. കരിപ്പീരച്ചൻ ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. അതെല്ലാം അച്ഛൻ്റെ അധ്വാനവും അച്ഛൻ സ്വപ്നവുമാണത്. എല്ലാ മക്കളോട് കൂടി അത് ക്ലീൻ ചെയ്യും. 8 മണിയോട് കൂടി ക്ലീനിങ് കഴിയും. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിയുമ്പോൾ ഒരു 9-9:15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ജവാന്മാരെല്ലാവരും പറമ്പിലേക്ക് ഇറങ്ങും. അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങി വാഴത്തോട്ടത്തിലും കപ്പത്തോട്ടത്തിലും ഒക്കെ അധ്വാനിച്ച് 12 മണി വരെ അധ്വാനമാണ്. ഇപ്പം വെയിലായതുകൊണ്ട് സമയം മാറ്റിയിട്ടുണ്ട്. TV കാണാം 1/2 മണിക്കൂർ. 1 മണിക്ക് ഉച്ചഭക്ഷണം. ഒരിക്കലും അന്നം മുട്ടാതെ ആരെങ്കിലുമൊക്കെ നല്ല സുമനസ്സുകൾ അവിടെ ഉറപ്പായിട്ടും കൊണ്ടുവരും. ഇനി ഒന്നുമില്ലെങ്കിൽ ഫോൺ വരും, അച്ഛാ കല്യാണം മാറിപ്പോയി, അച്ഛാ ഭക്ഷണം വെച്ചോ, കൊണ്ടുവരട്ടെ, കൊണ്ടുപോര്. അച്ഛാ ഭക്ഷണം മിച്ചമായി, മാമോസയുടെ കൊണ്ടുവന്നോട്ടെ, കൊണ്ടുപോര്. നമുക്ക് വേണ്ടിയിട്ടാണതെന്ന ബോധ്യം ഞങ്ങളുടെ മക്കൾക്കുണ്ട്. ഞങ്ങളുടെ ഭക്ഷണം കുറയുമ്പോഴാണ് അവിടെ ഭക്ഷണം കൂടുക. ആൾക്കാർ വിരുന്നുകാർ കുറയണതും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുക. ബേസിൽ പറഞ്ഞതുപോലെ നിന്റെ അലമാരയിലെ സമ്പാദ്യം നിനക്ക് വേണ്ടിയുള്ളതല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ നിന്നെ ഏൽപ്പിച്ചതാണ്. അനുഗ്രഹമാവണം. അടുത്തത് ഉച്ചയ്ക്കോടുകൂടി 3:30 വീണ്ടും അവർ ഉണരും. കാപ്പി കുടിച്ചിട്ട് ചില ജോലികൾ ചെയ്യും. 7 തൊട്ട് 7:30 വരെ ആരാധനയാണ്. ഈശോ എഴുന്നള്ളിച്ച് വെച്ച് നിശബ്ദമായ ആരാധനയല്ല, ഓരോന്ന് പറയും. അവിടെയാണ് ഈ മക്കളുടെ ഏങ്ങലടികൾ കേൾക്കുക. എന്നും കേടിയും അപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അപ്പൻ്റെ കണ്ണുനീർ കാരണമായി പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിയെ കൊന്നവരുണ്ട്, മക്കളെ കൊന്നവരുണ്ട്, അപ്പനെ അമ്മയെ കൊന്നവരുണ്ട്. എല്ലാ മേഖലയും ഇങ്ങനെ തരണം ഇങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ അവിടെ അവർ വീണ്ടും വീണ്ടും ഏങ്ങലടിച്ച് ആ കണ്ണുനീര് മതി അവരുടെ ജീവിതത്തിൽ ശുദ്ധമാകും. നമ്മളെക്കാട്ടും ശുദ്ധതയാണ്. നമ്മൾ പറഞ്ഞു ഞാൻ പിടിക്കപ്പെടാത്തത് കൊണ്ട് നമ്മളൊക്കെ വലിയ മാന്യന്മാരാണ്, അതുങ്ങൾ പിടിക്കപ്പെട്ടത് കൊണ്ട് കുറ്റവാളികളായിട്ട് മാറി. 7:30 കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൊന്ത ജപമാല പ്രാർത്ഥന. 8 മണിക്ക് സപ്പർ. 9:30 വരെ അവർക്ക് TV കാണാം. 9:30 ആകുമ്പോൾ മൊബൈൽ ഫോൺ മേടിക്കും. മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിലോ പത്തിനെ കൊടുക്കണം. അത് പിറ്റേ ദിവസം നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ ടൈം ടേബിൾ. വീട്ടിൽ പറ്റുമോ? 79 വയസ്സുള്ള അപ്പനും ഫോൺ തരും, 20 വയസ്സുള്ള പയ്യനും ഫോൺ തരും. നിങ്ങളുടെ മക്കളുടെ ഫോൺ മേടിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളുടെ നിന്ന് ഫോണൊന്നും മേടിക്കാവോ? കുറച്ച് നേരത്തേക്ക് അവിടെ എഴുതാശം വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഏറ്റവും വലിയ പരാതി അപ്പമ്മനെ അമ്മയുടെ, അച്ഛാ കൊറോണ മുതൽ ഇമാർക്ക് ഞങ്ങളെ വേണ്ട, ഫോൺ മതി. വിശുദ്ധിയുള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കളെ മക്കൾ അനുസരിച്ചോളും. ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഫോൺ കൊടുക്കുന്നവരൊക്കെ. ടൈം വെച്ചിരിക്കുക എത്ര മണിക്ക് എന്ന രീതിയിൽ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെക്കുറിച്ചൊരു ബോധമുണ്ടാവണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവസാന പോയിന്റ് മുമ്പായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സന്തോഷത്തോടുകൂടെ ദൈവത്തോട് കൂടെയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളായിരിക്കുകയാണ്. ആ ആഗ്രഹം അനുഗ്രഹമാകത്തക്ക രീതിയിൽ ഈ അവസാന ദിവസത്തെ ശുശ്രൂഷകൾ വിശുദ്ധമാകാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. തുതിച്ചുകൊണ്ടാവണം, സന്തോഷത്തോടെ ആവണം, ആനന്ദമുണ്ടാവണം. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. നമുക്ക് എവിടെയാണോ ഈശോയുടെ സ്പർശം ആവശ്യമായത്, അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വചനത്തിലൂടെ ക്രിസ്തുവേ നീ കൂടെ ഉണ്ടാവണം. വിശുദ്ധ കുർബാനയിലൂടെ അനുഭവമായി മാറണമേ. കരങ്ങൾ അടിച്ച് സന്തോഷത്തോടു കൂടെ
ഈശോയെ ഈ ദിനം നന്ദി പറയുന്നു. കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് പഠിപ്പിച്ചതിന്, ഓരോ വാക്കിലുമുള്ള അർത്ഥം മനസ്സിലാക്കി തന്നതിന് നന്ദിയുള്ളവരാവും. ഹബക്കുക്ക് പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടാകാൻ പോവുകയാണ്. ആരും വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ എനിക്ക് സംഭവിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതിശയമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ഉയർത്തിയടിച്ച് ഞാനാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ അഭിഷേകമായിട്ട് വരണമേ, അത്ഭുതകരമായി ഇടപെടണമേ എന്ന് പറയണം. ആരും വിശ്വസിക്കാത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എനിക്ക് എവിടെയാണോ ഈശോയുടെ സ്പർശം ആവശ്യമായത്, അവിടുന്ന് വചനമായി സുഖപ്പെടുത്തിയതുപോലെ ആ വചനത്തിന്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടാകുവാൻ, ഈ ആലയത്തിൽ ഈശ്വര നിറവുണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകുവാൻ, ദാഹിച്ചു പ്രാർത്ഥിക്കാൻ, സന്തോഷത്തോടുകൂടെ സ്തുതികീർത്തനങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നാളെ ആരും വിശുദ്ധവാരം നന്മയുടേതാകുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ഞാനാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എൻ്റെ ജീവിതത്തിലെ കല്ല് എന്താണെന്ന് മനസ്സിലാക്കണം. കൂടപ്പുറപ്പിന്റെ മേലെ ഞാൻ കൊട്ടിയടച്ച് എൻ്റെ വീടാണോ, എൻ്റെ ഹൃദയമാണോ? നീ ആ കല്ലെടുത്ത് മാറ്റുമ്പോൾ മാത്രമാണ് ലാസർ പുറത്തു വന്നതുപോലെ നിനക്ക് ഉത്ഥാനം ഉണ്ടാവുകയുള്ളൂ. ഉത്ഥാനം ആവശ്യമായ ജീവിത മേഖലയുടെ എല്ലാ ശിലാഹൃദയങ്ങളെയും കൊട്ടിത്തുറക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ വചനം നിന്റെ കൂടെയുണ്ട്. നിന്റെ എല്ലാ ഹൃദയ കവാടങ്ങളെയും ശുദ്ധമാക്കിക്കൊണ്ട് അവൻ്റെ വചനത്തിൻ്റെ അഭിഷേകമുണ്ട്. കർത്താവെ, അനുഗ്രഹമാകണമെന്നൊരു ദാഹത്തോടു കൂടെ ആവണം നാം പ്രാർത്ഥിക്കേണ്ടത്. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൻ എന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. ഞാനാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അത്ഭുതകരമായി ഇടപെടുവാനായിട്ട് കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അനുഭവമായി, അനുഗ്രഹമായി ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ കർത്താവെ, അവിടുത്തെ കുരിശടയാളം അനുഗ്രഹമായിട്ട് മാറണമേ. എൻ്റെ കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ ഒരിക്കലും ഞാൻ മാറും വിചാരിക്കാത്ത എല്ലാ ഇടങ്ങളെയും നീ ഇറങ്ങി വരുമ്പോൾ അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടു കൂടെ കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ രോഗത്തിലേക്ക്, വിശ്വാസക്കുറവിലേക്ക്, സ്നേഹക്കുറവിലേക്ക്, സംശയങ്ങളിലേക്ക്, അശുദ്ധിയിലേക്ക്, ചിന്താഗതി മനോഭാവത്തിലേക്കും കർത്താവെ നീ ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടാവട്ടെ. ചരിഞ്ഞിരിക്കും അതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച, ചരിഞ്ഞിരിക്കും അതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ, നിന്ദനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി
ഉന്നതനം യേശു ഒരു പ്രവൃത്തി ചെയ്യും. നിന്ദനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി, ഉന്നതനം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത സ്തുതിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഹല്ലേലൂയ, ചെയ്യാൻ ഹല്ലേലൂയ, പോകുന്നു. ഹല്ലേലൂയ. ഈശോയെ ഇടപെടണമേ, അത്ഭുതകരമായി ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. യേശുവേ, ദാഹിച്ചു പ്രാർത്ഥിക്കാം, ദാഹിച്ചു പ്രാർത്ഥിക്കാം, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഇടപെടും. നിന്റെ ആവശ്യങ്ങൾ, നിന്റെ ബിസിനസ്സിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലേക്ക്, അവരുടെ ധിക്കാര ഭാഷയിലേക്ക് ഈശോ ഇടപെടും അത്ഭുതകരമായി. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ എന്റെ കുഞ്ഞിന്റെ രോഗപീഠയിലേക്ക്, സൗഖ്യമാകുന്ന ഇടങ്ങളിലേക്ക് ഈശോയെ നീ ഇടപെടണമേ, എന്നെ സ്പർശിക്കണമേ. എന്റെ കണ്ണുനീര് കാണാതെ പോവരുതേ. ഈശോയെ, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, എന്റെ തെറ്റിന്റെ പരിണത അനുഭവിക്കുകയാണ് ഞാൻ. നിന്റെ കൃപയുണ്ടാവണമേ. മനസ്സിലുള്ള പ്രാർത്ഥനയിലേക്ക് ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. നാം ആരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടണമേ. സൗഖ്യമായി, അത്ഭുതമായി, എല്ലാത്തിനു മേലെയുള്ള അത്ഭുതകരമുണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേലെ ഈശോ നീ സ്പർശിക്കണമേ. കണ്ണുനീര് കാണാതെ പോവരുതേ. സംഭവിച്ചു പോയ പാപത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു, മനസ്തപിക്കുന്നു, ആകുലപ്പെടുന്നു. നിന്റെ കരുണ മാത്രമാണ് ആവശ്യം. എനിക്ക് പുറത്തു പറയാൻ സാധ്യമാകുന്നില്ല, അത്രയും ഞാൻ പാപത്തിന്റെ മ്ലേച്ഛതയിലാണ്. ഈശോ, ഞാൻ വാക്ക് പറയുന്നു, വീണ്ടും ആവർത്തിക്കുകയില്ല. നീ സ്പർശിച്ചാൽ, നീ അത്ഭുതമായി ഇടപെട്ടാൽ, അപ്രതീക്ഷിത സംഭവിക്കുന്ന എല്ലാ അനുഭവത്തിലേക്കും നിന്നെ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയെ, നീ സ്പർശിക്കണമേ. ഇതെനിക്ക് അനുഭവമാവണമേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, എന്റെ ഭക്തി വർദ്ധിപ്പിക്കുവാൻ, ഞാൻ ഒരു സാക്ഷ്യമാകുവാൻ, ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ ആകുലതകളെയും, എല്ലാ അശുദ്ധികളെയും, എല്ലാ സങ്കടങ്ങളെയും പവിത്രമാക്കുവാൻ ആത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവെ തൊട്ട് സ്പർശിക്കണമേ. ഈശോയെ, നിന്റെ കൃപയുണ്ടാവണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ നന്ദി, ഈശോ കൃപ ഒഴുകട്ടെ, അഭിഷേകമായി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ ആരാധന. കർത്താവേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശാന്തമായിരിക്കാം. നമ്മളുടെ ധ്യാനത്തിന്റെ അവസാന ദിവസമാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇത്ര മാത്രമായിരുന്നു. ദൈവത്തോട് കൂടെയാകാൻ വലിയ ദൈവശാസ്ത്രമൊന്നുമല്ല. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് എൻ്റെ ദൈവത്തോട് കൂടെയാകാമെന്ന് ഒരു 5-6-7 കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇന്നലെ ഓർപ്പിക്കുകയാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. ഇനി ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾക്കത് ഉറപ്പിക്കുവാനും പുതിയ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുവാനുമായിട്ട്. ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും ദൈവത്തിന് നിരക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ചെയ്യുന്ന ജോലി കരുണയോടുകൂടെ, കാരുണ്യത്തോടുകൂടി ആവണം. മറ്റുള്ളവരെ പരിഗണിക്കണം, മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ മുഖം കാണണം. സ്വന്തം വിശുദ്ധിയെക്കുറിച്ച് ബോധ്യം. ഒരപ്പൻ, അമ്മ, മകൾ, മകൻ, ഭാര്യ, ഭർത്താവ് നിലയിൽ സമർപ്പിതൻ, സമർപ്പിത, പുരോഹിതൻ, നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ദൈവവിളിയെക്കുറിച്ച്. നമ്മളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. സമർപ്പിതരാവാം, പൗരോഹിത്യ ശുശ്രൂഷിക്കുന്നവരാവാം, വിവാഹ ജീവിതത്തിലാവാം, ഏകസ്ഥരാവാം. ഇതൊക്കെ ദൈവത്തിൻ്റെ വിളിയാണ്. എല്ലാ വിളിയും ശ്രേഷ്ഠമാകും കേട്ടോ. ഒന്നൊന്നിനേക്കാൾ മെച്ചമോ മോശമോ അല്ല, എല്ലാ വിളിയും ശ്രേഷ്ഠമാണ്. വിളിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോഴാണ് അത് ശ്രേഷ്ഠമായിട്ട് മാറുക. നമ്മളൊക്കെ ചിന്തിച്ചോണം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എത്രമാത്രം ദൈവികമായ ദൈവവിളി ഉണ്ടാവുന്നുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് തിരക്കാം. ഒന്ന്, മക്കളില്ല എന്നുള്ള സങ്കടമുണ്ട്. ഒന്നരയൊക്കെ ഉള്ളൂ. 2, നമുക്ക് സ്വപ്നങ്ങളേറെയാണ്. അവരെ അവിടെ വിടണം, ഇവിടെ വിടണം. ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാൻ നിറഞ്ഞ മനസ്സോടുകൂടെ അബ്രാഹാം സമർപ്പിച്ചു. പരിശുദ്ധ അമ്മ അവളെ തന്നെ സമർപ്പിച്ചു.
ആ സമർപ്പണം നമുക്കുണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം. എത്ര പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്, മോനെ നീ പോടാ, പോയി പഠിക്കടാ, സമർപ്പിതനാ. പെൺകുട്ടികൾ ഏറ്റവും കുറവാണ് കേട്ടോ. പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും നമ്മുടെയൊക്കെ സന്യാസ സ്ഥാപനങ്ങൾ പലപ്പോഴും പൂട്ടിക്കൊണ്ടിരിക്കുക ആളില്ലാതെ. വിമർശിക്കാൻ പോകുമ്പോൾ ഓർത്തോണം, എനിക്കൊരാളെ കൊടുക്കാൻ പറ്റിയോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടോ? എൻ്റെ അടക്കിനെങ്കിലും ഒപ്പീസ് ചെല്ലാൻ ആത്മാർത്ഥമായ കണ്ണുനീരിലൂടെ ഒരാളെ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവണം. ഒന്ന് രണ്ട് പേർ ചോദിച്ച കാര്യങ്ങൾ പറയും. ഞാൻ ആദ്യം ഇടയ്ക്ക് എവിടെയോ പറഞ്ഞായിരുന്നു ഈ തിരിച്ചു വരവിനെ കുറിച്ച്. അതൊരാൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വന്ന കാര്യം പറഞ്ഞു. അതായത് എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലം ജെറുസലേമിലല്ല. ജെറുസലേമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം. ജെറുസലേമിൽ നിന്നും നമ്മൾ ജെറീക്കോ പോണ വഴിക്ക് അതുപോലെ തന്നെയാണ് ഈ എമ്മാവൂസും. ഈ ശിഷ്യന്മാർ രണ്ടുപേര് ദൈവത്തോടു കൂടെ ആയവരായിരുന്നു. അവൻ പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ പ്രതീക്ഷ നഷ്ടമായിപ്പോയി. ഞങ്ങളും മരണപ്പെടുമോ എന്ന ഭയം കൊണ്ട് അവർ ഈ ജെറുസലേം ഉപേക്ഷിച്ച് പോവുകയാണ് എമ്മാവൂസിലേക്കുള്ള വഴിയിലേക്ക്. ഇങ്ങനെ നമ്മളിവിടുന്ന് എറണാകുളത്തേക്ക് പോകും അങ്കമാലി വഴി, അതുപോലെ തിരിച്ചിവിടെ വരേണ്ടവരായിരുന്നു. അവരെ ഈശോ കാണുന്നു. അവർ തിരിച്ച് വീണ്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക. എൻ്റെ ജീവിതത്തിലും ഉണ്ട് ജെറുസലേമും എമ്മാവൂസും ഒക്കെ. എമ്മാവൂസ് നന്മയായിരിക്കാം, ഞാൻ ആവേണ്ടത് ജെറുസലേം. അതാണ് ആ തിരിച്ചുവരവ് പറഞ്ഞു കേട്ടോ. മഗ്ദലന മറിയം മനസ്സിലായി, സമരക്കാരി മനസ്സിലായി. എമ്മാവൂസ് എന്ന് പറഞ്ഞത് എമ്മാവൂസ് ജെറുസലേമിലല്ല, വേറൊരു സ്ഥലമായതുകൊണ്ട് തിരികെ എത്തുക എന്നാ പറഞ്ഞു. പിന്നെ ഒരാൾ ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ ദൈവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ, കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 7ലും 8ലും പഠിക്കുന്ന വരെ ആൾത്താരപാലനായിരുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരി ഉപതക്കാരാണ്. എല്ലാ സിസ്റ്റവും ആദ്യം ഞങ്ങളുടെ അടുത്താണ് പരീക്ഷിക്കെന്ന് പറഞ്ഞ മോശമാണെങ്കിലും ചെയ്യുന്നത്. കൊത്തീന അറിയാമല്ലേ, കൊത്തീനയല്ലേ ഉടുപ്പിടുന്ന ആദ്യത്തെ ലോഹിക്കുക. കൊത്തീനയൊക്കെ ആദ്യം അവിടെ പരീക്ഷിച്ചത്. ഞങ്ങളൊക്കെ 8 പഠിക്കുമ്പോഴാണ് കൊത്തീന ഉണ്ടാവുക. നമുക്ക് നാണം, ഈ കൊത്തീനെ കിട്ടാൻ കുർബാനയ്ക്ക് കൂടുക എന്ന് വെച്ചുമ്പോഴല്ലേ. ഞങ്ങൾ അതൊക്കെ പിറകോട്ട് മാറി കൊച്ചു പിള്ളേരെ പിടിച്ച് കുർബാനയ്ക്ക് നിർത്തി. ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി 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 മോണ്ടലത്തിൻ്റെ അപ്പുറം തൂണിലായി സ്ഥിരം കുർബാന കൂടും. ഉറപ്പായിട്ടും കുർബാനയ്ക്ക് കൂടും. സെമിനാരിൽ പോകുന്നതിന് മുമ്പ്, ജോലി പോകുന്നതിന് മുമ്പത്തെ കാര്യം പറയുന്നത് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ ഏറ്റവും അടുത്ത് ഇടിച്ചിടിച്ച് നിന്ന ആള് പതിയെ പതിയെ, മോണ്ടലം അറിയാമല്ലോ അല്ലേ, നമ്മുടെ സ്ഥിരം സീറ്റാണ് കേട്ടോ. അവിടെ ഒരു തൂണുണ്ട്, അവിടെ പോയി സ്ഥിരം ഇരിക്കാറുണ്ട്. അതാണ് കുർബാന. ഒരിക്കലും അച്ഛൻ പറയും, ഒന്ന് കയറി വാടാ ഉവി വല്ലപ്പോഴും എങ്കിലും ഒക്കെ. ചേട്ടൻ പിതാവാണ്, നമ്മുടെ സാഗർ ഡൈസിലെ പിതാവിൻ്റെ ചേട്ടനാണ്. വീട്ടിൽ അച്ഛന്മാർ ഇഷ്ടം പോലാണ്, അമ്മമാർ സിസ്റ്റർമാർ ബഹളത്തിനുണ്ട്. എന്നിട്ട് നാണം കെടുത്താൽ നിങ്ങളത് പറഞ്ഞ് അച്ഛന്മാർ തമാശ പറയാറ്. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും തമാശ രീതിയിൽ. അതാണ് എൻ്റെ ജീവിതം. പിന്നെ ഡൽഹിക്ക് പോകണം. ഡൽഹിക്ക് പോയപ്പോഴാണ് പതുക്കെ പതുക്കെ ഒറ്റയായപ്പോഴാണ് അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലായത്, പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലായത്. പതിയെ പതിയെ എല്ലാ ഞായറാഴ്ചയും സാധിക്കുമ്പോഴൊക്കെ ഞാൻ കുർബാനയ്ക്ക് ഭാഗമാകുമായിരുന്നു. പിന്നെ അവിടെ നൈറ്റ് വിജിലുകളൊക്കെ ഉണ്ട്, ഞാൻ മിക്കവാറും പങ്കെടുക്കുമായിരുന്നു. ഞാൻ തിരിച്ചു പറയാൻ കാരണം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം എന്നെ ഒരുക്കിയ ഭാഗങ്ങളാണ്. അന്നൊന്നും ഇങ്ങനെ ബോധമ്പോൾ നമുക്കില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജീവിച്ച ആൾക്കാർ, പരിചയപ്പെട്ടവർ, സഹകരിച്ചവർ, ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ, ജയിലിലെ മക്കളുടെ നന്മയും തിന്മയും മോശവും കഷ്ടപ്പാടും ഒക്കെ ഇന്ന് എനിക്കൊരു വലിയ മുതൽക്കൂട്ടം. ചങ്കുറപ്പോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ, ഭയമില്ലാതെ പോകാൻ, വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു ധൈര്യമാണ്. അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ഓർത്തു, സന്യസിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. സന്യാസം ആഗ്രഹിച്ചു. അത് നല്ല കാര്യമല്ലേ, ഒരു ഉദ്ദേശമാരൊക്കെ ഇട്ട് ഇങ്ങനെ പോകാം. അതിങ്ങനെ മൂത്ത് നിന്നപ്പോഴാണ് ചന്ദ്രസ്വാമി എന്ന് കേട്ടിട്ടുണ്ടോ? പഴയ ഒരു തടിയൻ സ്വാമി, അങ്ങേരെ പിടിച്ച് ജയിലിൽ കൊണ്ടുവരാം. നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. അപ്പോൾ ഈ പുള്ളി മന്ത്രിയുടെ ആളായതുകൊണ്ട് എല്ലാ പോലീസുകാരും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ കൊടുത്താണ് ആദ്യം ഈ പുള്ളിയെ കയറ്റിയത്. കാരണം മിനിസ്റ്റേഴ്സിൻ്റെ ആളാണ്. കയറ്റി ഞങ്ങളെല്ലാവരും പുള്ളിയെ കയറ്റിക്കൊണ്ട് പുള്ളിയുടെ VIP ജയിലിലിട്ട്. പുള്ളിക്ക് ന്യൂസ് പേപ്പറിനാൾ, AC, ഫ്രിഡ്ജ് എല്ലാം മുറിയിലുണ്ട്. റാവു മന്ത്രിസഭ കഴിഞ്ഞ് മാറിയപ്പോൾ വീണ്ടും പുള്ളിയെ പിടിച്ചു. ഏതെല്ലാം പോലീസുകാർ പുള്ളിയെ അന്ന് സല്യൂട്ട് ചെയ്തോ അന്നെല്ലാം പുള്ളിയെ കൈവച്ചിട്ടാണ് പുള്ളിയെ അകത്തേക്ക് വെച്ചത്. അപ്പോൾ സന്യാസത്തെക്കുറിച്ചുള്ള വലിയ ബോധി അങ്ങ് മാറിക്കിട്ടി. കള്ളസ്വാമിമാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പോയി. ഉറപ്പായിട്ട് ജനം പറയുന്ന പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ പോയി. എൻ്റെ ഇടവകയിലോ എൻ്റെ കൂട്ടുകാരോ കേൾക്കുന്നത് അറിയാം, ഇവരാരും ഞാൻ അച്ഛനാകുമെന്ന് ജന്മത്ത് വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, ഭാഷ എങ്ങനെയാണ്, അങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ. എൻ്റെ അപ്പനും അമ്മയും വിശ്വസിച്ചില്ല, അപ്പോൾ ബാക്കി പറയേണ്ട ആവശ്യമില്ല അല്ലേ. എൻ്റെ കൂട്ടുകാരൊക്കെ ഒരാഗ്രഹം തോന്നി. അപ്പം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മകനാണ് നമ്മുടെ സത്യനായിലെ VG, ഇപ്പോഴത്തെ CB അച്ഛൻ എന്ന് പറയും. അച്ഛൻ്റെ പട്ടമാണ്. ഞാൻ വണ്ടിയില്ലെങ്കിൽ അച്ഛനെ അരവനെ കൊണ്ടുപോകണു. അച്ഛൻ്റെ അമ്മ ചോദിക്കുന്നു, നീ എങ്ങനെ നിൽക്കുന്നതിനാ ജോലിക്കൊന്നും പോകാതെ? ഞാൻ വെറുതെ പറഞ്ഞു അച്ഛനാൻ പോവാന്ന് പറയും. ഞാൻ തമാശ പറഞ്ഞതാണ്, ഒന്നും ഓർത്ത് പറഞ്ഞതല്ല. അമ്മ ഇങ്ങനെ അടിയടിച്ചു. എന്നെ പറയുന്നു ചോദിച്ചു. ആ പറച്ചിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണെങ്കിലും അതെനിക്ക് ഒരിക്കലും പിന്നെ മാറാൻ പറ്റിയിട്ടില്ല.
അതിങ്ങനെ തികട്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞ ചോദ്യം എനിക്കുണ്ട്. ഉത്തരങ്ങൾ പിടിക്കാൻ പറ്റത്തില്ല, ആരോടും പറയാനും പറ്റില്ല, ആൾക്കാർ മറന്നും പോയി. ഞാൻ പതിയെ ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് ഉത്തരം കിട്ടുന്നില്ല. അച്ഛന്മാരെ പോയി കണ്ടു, നീ പോകണ്ട, ജോലിയുള്ളതല്ലേ, പോകണ്ട. ഫ്രണ്ട്സിനോട് ചോദിച്ചു, നീ പോകണ്ട, ജോലിയുള്ളതല്ലേ. മനസ്സ് മടിപ്പിച്ച ഒരുപാട് പേരെ ഉണ്ടായെന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇത് ആഗ്രഹം മനസ്സിലുണ്ട്, വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഈ SLC പഠിച്ച ആൾ, 15 വർഷമായല്ലോ, അദ്ദേഹം അച്ഛനാവുകയാണ്. ഞാനിപ്പോൾ അടങ്ങുന്ന CMF സഭയിൽ അച്ഛനായിട്ട് മാറി. ഞാൻ അവനോട് ഇപ്പോൾ, എടാ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, അത് മാറുന്നില്ല, ഇതൊക്കെ എൻ്റെ കുറവുകൾ, ഈ കുറവുകൾ പൗരോഹിത്യത്തിന് മോശമാണെങ്കിൽ നീ എന്ന് പറയുക, ഞാൻ ഇപ്പോഴേ അത് മാറ്റിയേക്കാം. അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എന്ന് ഡീക്കനാ പുള്ളി, നീ ഞങ്ങളുടെ ഹൗസിലേക്ക് വാ, കുറവിലെങ്ങാട് സംസാരിക്കുക. അച്ഛൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ തുറന്ന് പറഞ്ഞു, A to Z പറഞ്ഞു. ആദ്യം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനത ഞാൻ വെച്ചാൽ, ഇത് ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച് വരികയാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ പൗരോഹിത്യത്തിന് മോശമാണെങ്കിൽ ഇപ്പോഴേ വണ്ടി വിട്ടോളം പറയാം, നിങ്ങൾ വന്ന് വാ ബദറെ, നോക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, നാളെക്കടായിരിക്കും, അതുകൊണ്ട് പറയുക എന്ന് പറഞ്ഞു. സുപ്പച്ചൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺഫഷൻ കേൾക്കുക, ഒരു സെമാരിക്കാരൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ട് പറഞ്ഞു. അങ്ങനെ ജീവിതം ആരംഭിച്ചു. 2002 ഞാൻ സെമാരി ചേർന്നു. ഞാൻ തന്നെ അവിടെ ആൾക്കാരെ ആലോചിച്ച് ഒരു വചനം വന്നു, കലപ്പയിൽ കൈവച്ചിട്ട് തിരികെ നോക്കരുതെന്ന് അടച്ചു വെച്ചു. എന്നെ ഒരുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇന്നലെ പറഞ്ഞല്ലേ, ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സ്പീഡാണ്, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം പോലെ എൻ്റെ ഭാഷ പൊയ്ക്കൊണ്ടിരിക്കും. ഇത്രയെങ്കിലൊക്കെ എനിക്ക് പതിയെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയ ആ ഒരുക്കലിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയെ 5 times കൂടെ നിന്നുകൊണ്ട് ഒരു യോഗ്യതയുമില്ലാഞ്ഞിട്ട് കൂടെ കുർബാനയില്ലേ, കാക്കവാടെ ഉമ്മയൊക്കെ മേടിച്ച്. ഈ കഴിഞ്ഞ മാസം ഞാൻ പപ്പായി മമ്മിയും കൂടെ കാണിച്ചു. പാപ്പായി അസുഖത്തിന് മുമ്പാട്ടോ, കഴിഞ്ഞ ജൂണിലാണ് പറഞ്ഞത്. ഇന്ന് വരെ ഒരുക്കിയൊരു ദൈവമുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. അവിടെ നോ പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചങ്കരപ്പുണ്ടാകും. ഉറപ്പായിട്ട് നമ്മുടെ വിജയമാണ്. അവിടെ പ്രതിബന്ധമുണ്ടാകും, കുത്തുവാക്കുകൾ, കളിയാക്കപ്പെടൽ. ഇതെങ്ങനെ 31 വയസ്സായാൽ പോട്ടെ, ഞാൻ 33 yearsലാണ് പോകുന്നത്, അച്ഛനാൻ പോണത്. ആയി തീരുമോ? പഠിക്കാൻ പറ്റുമോ? ഞാൻ പോയപ്പോഴാണ് പഠിക്കുക എന്നറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും പഠിക്കാനറിയോ? പേടിച്ചു പോയി. ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ട്, തലയ്ക്കകത്തെല്ലാം കയറും. അപ്പം കളവനായി പോയില്ലേ. ഒരിക്കൽ പോലും ഒരു പരീക്ഷയിലും മോശമാക്കാതെ ദൈവം എന്നെ ഇങ്ങനെ കാത്ത് ഏറ്റവും ടോപ്പായിട്ട് പഠിച്ചിടത്തെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ, വാർദ്ധക്യമാണെങ്കിലും അപരാധ വിളിച്ചതുപോലെ നമ്മുടെ വിളിയിൽ വിശ്വസ്തയായിട്ടാകാൻ പറ്റുമ്പോൾ അനുഗ്രഹം. നിങ്ങളുടെ വിളിയിലും ഒരപ്പനായി അമ്മയായി എവിടെങ്കിലുമൊക്കെ പാളിച്ച ഉണ്ടാകുമ്പോഴും അവിടെ നന്മയിലാകാനായിട്ട് ഒരു പരീക്ഷണം നമുക്കുണ്ടാകും. അത് അനുഗ്രഹമാവണം. ചുരുക്കി ഇത്രേ പറഞ്ഞുള്ളൂ. പ്രാർത്ഥിക്കുക. ദൈവവിളി എന്നുള്ള ദൈവത്തിൻ്റെ ദാനമാണ്, മൺപാത്രനിധിയാണ്, അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ ഇങ്ങനെ ആരിലൊക്കെ വരുമ്പം ഒരിക്കലും എനിക്ക് ആരുമില്ല കേട്ടോ. എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്യും. അവർ പേടിച്ചിട്ടാണ്. ഈ 30 വയസ്സ് എന്ന അച്ഛനാകും, വർഷം പഠിക്കട്ടെ, അതുകൊണ്ടൊക്കെ അവർ പറഞ്ഞു കേട്ടോ. പിന്നെ അവർ ഹാപ്പിയായി. എന്നെ എന്നും സപ്പോർട്ട് ചെയ്ത് എൻ്റെ അപ്പനും അമ്മയുമാണ് ഇപ്പോഴും എൻ്റെ കൂടെപ്പിറപ്പുകളും. അന്ന് ഞാൻ ആഗ്രഹിച്ചത് അനിയന്മാർ വീട്ടിൽ കാണുമെന്നാണ്. അന്ന് ഞാൻ ഓർത്തു, 2 എണ്ണം ഉണ്ടല്ലോ ആണുങ്ങൾ. അപ്പോൾ അവർ 2 പേരും വീട്ടിൽ, അവർ കാനഡയിലാണ്. അപ്പം ഞാൻ മാത്രം വല്ലപ്പോഴും വീട്ടിൽ പോകും. അച്ഛനായി എന്നെ വിട്ടതുകൊണ്ട് ആ അപ്പനും അമ്മയ്ക്കും വല്ലപ്പോഴും ഒക്കെ കാണാനായിട്ട് ഒരു മകനായിട്ട് ഞാനുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ വലിയ വിളി കേൾക്കാൻ അത് മാറ്റി. ഒത്തിരി ടെംപ്റ്റേഷൻ ഉണ്ടാവും, ഒത്തിരി ഓഫറുകളുണ്ടാവും. അവയെ നമ്മൾ ഒരിക്കലും മറന്നു പോകാതെ അനുഗ്രഹമാക്കണമേ എന്നൊരു ഓർമ്മ നമുക്കെന്നും ഉണ്ടാവണം. നമുക്ക് ഈശോയ്ക്ക് ഒരു നന്ദി പറയാം. എല്ലാവരും എല്ലാ അഭിഷിക്തരിലേക്കും നന്മയായിട്ട് കൃപയായിട്ട് നാം ഓരോരുത്തരാകാനായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈശോയെ നന്ദി എല്ലാ വൈദികരും സമർപ്പിച്ചുകൊണ്ടും എല്ലാ വൊക്കേഷനും ഒരു ഭാര്യയായി ഭർത്താവായി ജീവിക്കുമ്പോഴൊക്കെ കൃപയുണ്ടാവട്ടെ എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ സ്തോത്രം. നമുക്ക് നാളെ മുതൽ വിശുദ്ധവാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വിശുദ്ധവാരം നമുക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള അനുഭവമാണ് വിശുദ്ധവാരത്തെക്കുറിച്ചല്ലേ. എന്താണ്? ഈശോയുടെ ഓശാന. ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി ദേവാലയത്തിലേക്ക് വരുന്നു. ഇത് പോയോ? കഴുതപ്പുറത്ത് കയറി വരുന്നു. പെസഹ വ്യാഴാഴ്ച അവനിങ്ങനെ അപ്പം മുറിച്ച് ദണ്ണപ്പെട്ട് കൊടുക്കുന്ന ദിവസം. പിന്നെ ദുഃഖവെള്ളി, അവൻ്റെ യാത്ര, കഥന യാത്രകൾ, നൊമ്പര യാത്രകൾ, ഉയർപ്പ്, ഈശോയുടെ ഉയർപ്പ്. നമ്മൾ മിക്കവരും അങ്ങനെയാണ് ഈ വിശുദ്ധവാരത്തെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതും കണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചതും ഏറ്റവും തീവ്രമായി ഒരുങ്ങിയതും. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഒന്ന് മാറി ചിന്തിക്കാം. എനിക്കെന്താണ് ഈ വിശുദ്ധവാരവുമായിട്ടുള്ള ബന്ധം? നമുക്കെന്താണ് വിശുദ്ധവാരം? എന്താ അമ്മേ പറയാനുള്ളത്? ഒത്തിരി കൊന്ത നോക്കും,
ഉപവസിക്കുന്ന ദിവസമാണ്. നോമ്പ് നോക്കിയില്ലേ ബാക്കി ഉറപ്പായിട്ട് നോക്കും. മിക്കവാറും പള്ളിയിൽ പോകും. ഓശാനയ്ക്കും ദുഃഖവെള്ളിയാഴ്ചകൾ ഉറപ്പാടും പള്ളിയിൽ പോകും. അതല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ഈ വിശുദ്ധ വാരത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓല കിട്ടും, ഉച്ചയ്ക്ക് കഞ്ഞി പള്ളി കഞ്ഞി കിട്ടും ദുഃഖവെള്ളിയാഴ്ച, തേങ്ങാപ്പീരൊക്കെ ഇട്ട്. എവിടെയും കിട്ടുമല്ലോ. സഭയിൽ കത്തോലിക്ക സഭയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യായുസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആടി തീർക്കാൻ സാധ്യതയുള്ള രംഗങ്ങളാണ് ഈ വിശുദ്ധ വാരത്തിലുണ്ടാവുക. നമ്മുടെയൊക്കെ ഒരു മനുഷ്യായുസ് കൊണ്ട് നാം ഓരോരുത്തരും ആടി തീർക്കാൻ സാധ്യതയുള്ള ഒരുപാട് രംഗങ്ങൾ. നാളെ ഓശാന, എല്ലാവരും വരുമല്ലേ അവന് കൂടെ ഓശാന പാടിക്കൊണ്ട്, നീയാണ് രാജാവ്, നീയാണ് മിടുക്കൻ, കൊള്ളാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ വിരിച്ച് എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്തുകൊണ്ട് രാജാവായിട്ട് വാഴിക്കാൻ അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനമാണ് നാളെ നമ്മൾ കാണാൻ പോവുക. പ്രിയമുള്ളവരെ, ഓരോ ഓശാനയും ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. സ്തുതിപാഠകരായിട്ട് കൂടെ വരുന്നവരും ഓശാന പാടലുക്കുമൊക്കെ ഏറിയാൽ ഒരാണ്ടുവട്ടത്തിൻ്റെ ആയുസ്സേ ഉള്ളതിന്. ഓരോ ഓശാനകൾക്കും ഏറിയാൽ ഒരാണ്ടുവട്ടത്തിൻ്റെ ആയുസ്സേ ഉള്ളൂ. അതായത് കഴിഞ്ഞ ഓശാന കിട്ടിയ കുരുത്തോലയാണ് ഈ വിഭൂതിയിൽ ചാരമായിട്ട് മാറിയത്. കഴിഞ്ഞ ഓശാനയിൽ നമ്മളിങ്ങനെ ആഘോഷമായി കൊണ്ടുപോയ ഓലയാണ് ഈ വിഭൂതിയിൽ ചാരമായിട്ട് മാറിയത്. എൻ്റെ ജീവിതത്തിലുണ്ട് സ്തുതിപാഠകലെ ഓശാന, കൊള്ളാം ചേട്ടാ, കണ്ടിന്യൂ ചെയ്യും, നന്നായിരിക്കും, നല്ല പ്രസംഗം കേട്ടോ, നല്ല പാട്ടാ, ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കലായിട്ട് ഒരുപാട് പേര് കടന്നു വരാം. ഓരോരുത്തരും ഓശാന പാടി വരുമ്പോൾ സ്തുതിപാഠകരുണ്ടാകുമ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതത്തിലുണ്ടായ സ്തുതിപാടലുകൾക്ക് ഏറിയാൽ ഒരാണ്ടുവട്ടത്തിൻ്റെ ആയുസ്സേ ഉള്ളൂ. നീ ഓശാന പാടിയത് നേട്ടത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, അതുപോലെ തന്നെയാണ്. എവിടെല്ലാം നിനക്ക് ഓശാന പാടൽ ഉണ്ടായിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഏതോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാ. ഇന്ന് ഓശാന പാടിയവരാണ് വെള്ളിയാഴ്ച അവനെ ക്രൂശിക്കാൻ വേണ്ടി ആക്രോശിക്കുന്നത്. ഇന്ന് ഓശാന പാടിയ അതേ ജനം അതിലും തീവ്രമായിട്ട് പറയും അവനെ ക്രൂശിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഓശാന ആരെങ്കിലും പാടിയിട്ടുണ്ട്? ജോലിക്ക് വേണ്ടിയോ നേട്ടത്തിന് വേണ്ടിയോ എവിടെങ്കിലുമൊക്കെ ഓശാന പാടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനും അവളുമായിരിക്കും ആദ്യം നമുക്കെതിരെ കുരിശ് പണിയുന്നത്. നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓശാന പാടലുകൾക്കും സ്തുതിപാടലുകൾക്കുമൊക്കെ ഏറിയാൽ ഒരാണ്ടുവട്ടം. അപ്പം ഈശോയുടെ മാത്രമല്ല ഈ ഓശാന തിരുനാൾ. എനിക്കൊരു ഓർമ്മപ്പെടുത്തല. എൻ്റെ ഓശാനകൾ സ്വാർത്ഥമായിരുന്നോ, നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ, അവ എനിക്ക് നേട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നു? കുരുത്തോല അടുത്ത വർഷം ഭസ്മമാകും. നമ്മുടെ ജീവിതത്തിലെ ഓശാനകൾക്കും ഇത്രയും മാത്രമേ ആയുസുള്ളൂ. ഇപ്പം നാട്ടിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ഭാഷയ്ക്കും ചെവി കൊടുക്കാതെ ഹൃദയത്തിൻ്റെ നിറവിലുള്ള ദൈവശബ്ദത്തിന് മാത്രം കാതു കൊടുക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തല വീണ്ടുമുണ്ട്. പെസഹ വ്യാഴാഴ്ച എന്തെല്ലാമാണ് അവിടെ. കൂടെ നിൽക്കേണ്ടവനെ ഒറ്റി കൊടുത്തതല്ലേ. ചങ്കോട് ചേർന്ന് നിന്നവൻ ഒരു പായിലുണ്ട്, ഒരു പായിൽ കിടന്ന് ഒരു പാത്രത്തിൽ കഴിച്ച വ്യക്തികളാണ് ഇന്ന് ഒറ്റി കൊടുത്തത്. കൂടെ നിൽക്കേണ്ടവൻ, സങ്കടമായാലും ദുഃഖമായാലും കൂടെ നിൽക്കേണ്ട വ്യക്തികൾ, ഏറെ സ്നേഹിച്ചവരാ. എന്തെല്ലാം എനിക്ക് കിട്ടിയോ അതെല്ലാം കൊടുത്തിട്ടാണ് ഈശോ ശിഷ്യന്മാരെ വളർത്തിയത്. അവനല്ല ഒരുവൻ ഒറ്റി കൊടുത്തതല്ലേ. നമുക്ക് ഉണ്ടാകാറില്ലേ? നിങ്ങൾ ഒറ്റിയതാരാ ഏറ്റവും കൂടുതൽ? നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവനാണ് നമ്മുടെ കുറവുകൾ അറിയത്തുള്ളൂ. എവിടെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നൊമ്പരപ്പെട്ടത് എപ്പോഴാണ്? ഞാൻ ഏറെ സ്നേഹിച്ച വ്യക്തി എന്നെ ചതിച്ചപ്പോഴാ. സ്നേഹത്തിന്റെ അടയാളമാ ചുംബനം. ആ സ്നേഹത്തിന്റെ അടയാളത്തെയാണ് ഇവൻ കാപട്യമായിട്ട് മാറ്റുക. സുവിശേഷം എന്ന് ഓർപ്പിച്ചത് എന്താണ്? ഇതെല്ലാം അറിയാം അല്ലെ. മേരി എവിടെ നാട്ടിലും പൊട്ടിച്ചൊഴിക്കുക. ഇവൻ പറയുന്നത് എന്താണ്? ഓ, ഇത്രയും പേര് കളയേണ്ട ആവശ്യമുണ്ടോ? പാവപ്പെട്ട കൊടുത്താൽ പോരെ. തൊട്ടടുത്ത വചനം പറയുന്നുണ്ട്, അത് ദരിദ്രരെ കുറിച്ച് പരിഗണനകളൊന്നുമല്ല, പരിഗണന കൊണ്ടുണ്ടായ സംഭവം അല്ല അത്. മറിച്ച് അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കൂടെ ആയതുകൊണ്ടുമാണ്, അല്ലാതെ പാവപ്പെട്ടവനുള്ള പരിഗണനയൊന്നുമല്ല. അവൻ പറയുന്നുണ്ട് ഇത് പാഴാക്കിയതിന് കളയുന്നു. പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവാലയത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് അത് പാഴായിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവൻ്റെ ഉള്ളിലുള്ളതും ഈ ഒറ്റുകാരൻ തന്നെയാ. പള്ളിക്കൊരു പിരിവ് വരുന്നു, എന്നാ കൊടുക്കാനും, വെറുതെ പാഴായി കളയുന്നതിനാ, പള്ളിക്കിൻ്റെ ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി ദൈവാലയത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടാകുമ്പോൾ കൊടുത്തിട്ട്
അത് പാഴായിപ്പോയെന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവരിൽ ഈ ഒറ്റുകാരനുണ്ട്. അവൻ സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനത്തെയാണ് കാപഠ്യമാക്കി മാറ്റി ഒറ്റിക്കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിലുമുണ്ട് ഇതുപോലെ ഏറെ സ്നേഹിച്ചവര് സ്നേഹത്തിൻ്റെ ഭാവത്തിൽ വന്നിട്ട് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്. ഒരു മുന്നറിയിപ്പാണ് ഈ വിശുദ്ധവാരം, നീ അങ്ങനെ ആവാതിരിക്കാനായിട്ട്. ഓരോ വ്യക്തിയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഞാൻ എങ്ങനെ ആവണമെന്ന് ചിലർ പഠിപ്പിക്കും ഞാൻ എങ്ങനെ ആവരുതെന്ന്. അത് കരയാനും നൊമ്പരപ്പെടാൻ വേണ്ടിയൊന്നുമല്ല, ഓരോ ജീവിതവും പഠിപ്പിക്കുക. നീ എങ്ങനെ ആവണം, നീ എങ്ങനെ ആവരുത്. എനിക്ക് അവനെ പോലെ ആവണം, ഒരു പാഠമാണ്. ഒരിക്കലും അവനെ പോലെ ആവരുത്, അവളെ പോലെ ആവരുത്. അപ്പൊ ഓരോ വ്യക്തിയും പഠിപ്പിക്കുന്ന പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം പോകുമ്പോഴാണ് നമുക്ക് ജീവിത വിജയമുണ്ടായി മാറുക. ഒറ്റുകാരൻ ഒരു വലിയ പാഠമാണ്. എൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം അവനെ തന്നെ മാറ്റിവെച്ചു. അവൻ തിരിച്ചു വരാമായിരുന്നു. നോട്ടം മുകളിലേക്കായിരുന്നെങ്കിൽ പത്രോസിനെ പോലെ അവനും രക്ഷപ്പെടാമായിരുന്നു. ചെയ്ത പാപങ്ങളുടെ ഭാരങ്ങളൊക്കെ അവനെ നശിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. മൂന്നാമത്തത് തള്ളിപ്പറഞ്ഞ ആള്, ഏറ്റവും വലിയ നേതാവ് അല്ലേ, ചാവി കൊടുത്തവനാ, മുക്കുവനായിരുന്നു, പിടിച്ച് നേതാവാക്കി വെച്ചു. അവൻ എന്താ പറഞ്ഞേ? നിന്നെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല. 1, 2, 3 പ്രാവശ്യം തള്ളിപ്പറയുക. ഈശോമിശിഹായുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോ ഇവിടെ ഇവൻ തൻ്റെ കുളിര് മാറ്റാൻ വേണ്ടി ചൂട് കായുക. നമ്മുടെ കുടുംബത്തിൽ അപ്പൻ അമ്മ അഗ്നിപരീക്ഷണം ഉണ്ടാവുകയായിരിക്കാം. മക്കൾ എപ്രകാരമായിട്ട് പോകുന്നു, കൂടപ്പുറപ്പുള്ള സഹകരണങ്ങള് ചിന്തിച്ചോ? ഈശോമിശിഹായുടെ ജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതവും. കൂടെ നിൽക്കേണ്ടവരാരും കൂടെയില്ല, ഉറങ്ങുക അവരാ പ്രമാറി കിടന്നുകൊണ്ട്. ഒരു വെളിപ്പാടകലം നിന്ന് കരയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു ഉണർവിന്റെ പ്രാർത്ഥന ചോദിക്കുക, നീ വീണ്ടും ഉറങ്ങുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ ഉറങ്ങുന്നവരായിട്ട് മാറാറില്ലേ? ചിലത് കാണാത്ത ഭാവത്തിൽ പോകുന്നു. ഈ വിശുദ്ധവാരത്തിന്റെ ഓരോ ആചാരങ്ങളും എൻ്റെ ജീവിതവുമായിട്ട് ജീവിതഗന്ധിയാക്കി മാറ്റണം. അവിടെയാണ് ഇതെനിക്ക് അനുഭവമായി മാറുക. അടുത്ത ആണ്ടുവട്ടത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് പോകണം. ഇനി മുതലുള്ള വർഷങ്ങളിൽ ഞാൻ അങ്ങനെ ആവുകയില്ല. ഇത് ഒറ്റുകാരന് മാത്രമുള്ളതല്ല, എനിക്കൂടെ കൂടെയുള്ളതാണ്. ഈശോയുടെ ജീവിതം മാത്രമല്ല, എനിക്കൊരു മുന്നറിയിപ്പാണ്. എനിക്കും ഉണ്ടാവും ഇതുപോലെ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും ഒക്കെയുള്ള ആൾക്കാർ. എത്രമാത്രം നൊമ്പരപ്പെടുകയോ അത്ര നൊമ്പരമുണ്ട്. കാരണം ഏറ്റവും സ്നേഹിച്ചവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇനിയുണ്ട് പെസഹ വ്യാഴാഴ്ചയിൽ കൊട്ടാരത്തിൽ രാജാവ് ഇങ്ങനെ കൈകഴുകുക, എനിക്ക് ഇവന്റെ രക്തത്തിൽ പങ്കില്ല. രാജാവിന്റെ അരമനയിൽ കൈകഴുകൽ അവസാനിക്കുന്നിടത്ത് ഈശോമിശിഹായുടെ കുരിശിന്റെ വഴി ആരംഭിക്കുകയാണ്. എവിടെയാണോ രാജാവിന്റെ അരമനയിൽ കൈകഴുകൽ അവസാനിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞ് മാറിയ അവിടെ ആരംഭിക്കുകയാണ് ഈശോമിശിഹായുടെ ജീവിതത്തിലെ കുരിശിന്റെ വഴി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കൈകഴുകി മാറാറുണ്ട്. കൂടപ്പറപ്പിന്റെ നേരെ, അപ്പൻ്റെ നേരെ, അമ്മയുടെ നേരെ, അയൽവക്കത്തെ നേരെയൊക്കെ ഞാൻ എവിടെല്ലാം കൈകഴുകി മാറുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ കൈകഴുകൽ അവസാനിപ്പിക്കുന്നിടത്ത് ആരുടെയോ കുരിശിന്റെ വഴി ആരംഭിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ, സഹായിക്കണമായിരുന്നു, നല്ല വാക്ക് പറയണമായിരുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യണമായിരുന്നു, ഞാൻ എന്ന ഭാവത്തിൽ മാറിപ്പോയി, എന്നെ ബാധിക്കുന്നതല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറിയപ്പോഴൊക്കെ ഓരോ കൈകഴുകലും അവസാനിക്കുന്നിടത്ത് ആരുടെയോ കുരിശിന്റെ വഴി ആരംഭിക്കുന്നുണ്ട്. ഇനിയുണ്ട് ഈശോമിശിഹ കുരിശുമായിട്ട് പോകും. നമുക്കുമുണ്ട് കുരിശുകളല്ലേ. അപ്പൻ ഒരു കുരിശായിട്ട് മാറാം, ചിലപ്പോൾ അമ്മ കുരിശായിട്ട് മാറാം, ജീവിത പങ്കാളി കുരിശായിട്ട് മാറാം. ഓരോ കുരിശിനെയും ഈശോയോട് ചേർത്ത് വെക്കുമ്പോൾ തിരുക്കുരിശായിട്ട് മാറുന്നുണ്ട്. നിന്റെ എല്ലാ മുറിവുകളെയും ഈശോയോട് ചേർത്ത് വെക്കാൻ പറ്റണം. കടബാധ്യതയാവാം, നാണക്കേടാവാം, എത്രമാത്രം ശ്രമിച്ചാലും ഉന്നതം കിട്ടാത്ത കാര്യം, വീട് വെക്കാത്തതായിരിക്കും, ഏതാണോ കുറവ്, എൻ്റെ മുറിവെന്ന് പറയുന്നതിനെ ഈശോയോട് ചേർത്ത് വെക്കാൻ പറ്റുമ്പോൾ അത് തിരുമുറിവായിട്ട് മാറുകയാണ്. കുരിശിന്റെ വഴിയിൽ നാം ധ്യാനിക്കുന്ന ഒന്നാണ് ഈശോമിശിഹായുടെ വീഴ്ച. ഈശോമിശിഹായുടെ വീഴ്ച ധ്യാനിക്കരുത്. അവൻ പിടഞ്ഞ് എഴുന്നേക്കുന്നുണ്ട്. ഓരോ തവണയും ഈശോമിശിഹ പിടഞ്ഞു വീഴുമ്പോൾ അവൻ പിടഞ്ഞ് എഴുന്നേക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നുണ്ട്. നാം ധ്യാനിക്കേണ്ടത് അതാണ്. വീണ ഈശോയല്ല. എത്രമാത്രം വീഴുമ്പോഴും അത് 3 ആകാം, 30 ആവാം, 300 ആവാം, 3000 ആവാം. ഓരോ തവണയും വീഴുമ്പോഴും എഴുന്നേക്കുന്ന ഒരു ഈശോയാണ് എനിക്ക് വേണ്ട. ഞാനും വീണ് പോകുന്നുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾ, ജീവിത കുരിശുകൾ, കുത്തുവാക്കുകൾ, നൊമ്പരപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, നാണക്കേടുകൾ, രോഗപീഠകളൊക്കെ എന്നെ വീഴിപ്പിക്കുന്നുണ്ട്. വീഴുമ്പോഴും എഴുന്നേക്കാനുള്ളൊരു ആർജവത്വം ഉണ്ടാവണം. അതാണ് ഇത് പഠിപ്പിക്കുക കുരിശിന്റെ വഴി 3, 9, 7 ഒക്കെ.
കല്ലറയിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. ഈശോമിശിഹായുടെ ഈ ഓരോ വേദനകളും കുത്തുവാക്കുകളും വീഴ്ചകളും വീഴിപ്പിക്കലും ഭാരപ്പെടുത്തലും സങ്കടപ്പെടുത്തലും ഒക്കെ എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ ധ്യാനിക്കണം. എനിക്ക് എവിടെങ്കിലുമൊക്കെ ഈ ഓശാന പാടേണ്ടി വന്നിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്തോട്ട് ഓശാനയുമായി വന്നിട്ടുണ്ടോ? സ്തുതിപാഠകർ വന്നിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ ചോദിക്കണം. വീണു പോകുമ്പോൾ എഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ആ വീണെടുത്ത് കിടന്നതിൻ്റെ സൗരഭ്യം ആസ്വദിക്കുകയായിരുന്നു. എനിക്കെതിരെ കുരിശു പണിയുന്നവരുണ്ട്, ആണിയടിക്കുന്നവരുണ്ട്, ചമ്മട്ടി അടിക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടല്ലേ. അത് ഈ ഓശാനയും ഇതൊക്കെ ഈശോയ്ക്ക് മാത്രമൊന്നുമല്ല. നമ്മുടെയൊക്കെ ഒരു സാധാരണ ജീവിതത്തിൽ ഒരപ്പനായി അമ്മയായി കൂടപ്പിറപ്പായി ജീവിക്കുമ്പോൾ ഈ എല്ലാ കാര്യവും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഈശോ കണ്ടതുപോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഞാൻ അങ്ങനെ ആവാതിരിക്കാനുള്ളൊരു മുന്നറിയിപ്പാണെന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുക. അതിൻ്റെ ഭാരത്തിലേക്ക് നോക്കാതെ കുറവിലേക്ക് നോക്കാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ആവരുത്. ഞാൻ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ഞാൻ കാരണം മറ്റൊരാൾ കരയാതിരിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റണം. ഒരുപാടുണ്ട്. ധ്യാനിച്ചു, ഓരോ വിഷയം ധ്യാനിച്ചു. ഈ 14 സ്ഥലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവിതവുമായിട്ടൊരു ബന്ധപ്പെടുത്തലും ദുഃഖഭാരത്തെ കരഞ്ഞത്, ഒറ്റപ്പെട്ടു പോയത്, വീണുപോയതൊക്കെ ഒരുപാട് കുറവുകൾ പറയാനുള്ളപ്പോഴും ഒത്തിരി ആശ്വാസവുമുണ്ട് യേശുവിൻ്റെ വഴി കേട്ടോ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു വെളിപ്പാടകലെ അമ്മയുടെ കണ്ണുണ്ട് അവൻ്റെ കൂടെ. സാരമില്ല, ഞാൻ ഉണ്ട് മോനെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, വിഷമിക്കണ്ട എന്ന രീതിയിൽ നമുക്കും ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഴ്ചയിൽ, നമ്മുടെ പതനത്തിൽ, വേർപാടിലൊക്കെ ഞാനുണ്ട്. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം പോലെ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ, വീണു പോകുമ്പോൾ നമുക്കുണ്ട് ആശ്വാസമായി. എൻ്റെ കരം പിടിക്കുവാനായിട്ട് ആരെങ്കിലുമൊക്കെ ദൈവം അയക്കുന്നുണ്ടാവാം. ശിമിയോന്മാരെ അയക്കും. എൻ്റെ കുരിശിൻ്റെ ഭാരമേറുമ്പോൾ ഒരു കൈത്താങ്ങായിട്ട്. ഏതൊക്കെയായിരുന്നു എൻ്റെ ശിമിയോന്മാർ? ഞാൻ എന്തെങ്കിലും ശിമിയോനായി ആരുടെയെങ്കിലും കൂടെ പോയിട്ടുമുണ്ടോ ധ്യാനിക്കണം. കിട്ടിയാൽ മാത്രം പോരാ. ശിമിയോൻ ആകുവാനുമുള്ള വിളിയാണ് ഈ വിശുദ്ധ വാരത്തെ പഠിപ്പിക്കുക. വെറോനിക്ക വിയർപ്പണ ഒപ്പിയെടുക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീരിൻ്റെ തുമ്പിലേക്കൊക്കെ ആരുടെയെങ്കിലൊക്കെ സാരിത്തിപ്പ് വരുന്നുണ്ടായിരിക്കാം. ഒപ്പാം, സാരമില്ലെന്നേ, ഒരു ടാപ്പിങ് തോളത്ത് വെച്ചിട്ട് ശരിയാകും. ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുക, നിങ്ങൾ കൂടെയില്ലേ? ഇപ്പൊ ശിമിയോന്മാരും വെറോനിക്കമാരും ഒക്കെയുണ്ട്. വെളിപ്പാടുകളുണ്ട്. നീ നീതിമാനായിരുന്നു. അവസാനം പറയും മരിച്ചു കഴിയുമ്പോൾ. നമ്മൾ ധ്യാനിക്കണമെന്നാണ് നമ്മുടെ ശരണപ്രസംഗം. എല്ലാവരും ഓർത്തോളം കേട്ടോ. മരിച്ചു കിടക്കുമ്പോൾ ഒരു പ്രസംഗം വച്ചമെന്ന് പറയുമല്ലേ. പുള്ളി പേടിച്ചു പോയി. എന്നെ തന്നെയാണോ എന്ന് ചോദിക്കും കേൾക്കുമ്പോൾ. ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ? ആർക്കെങ്കിലും ഭാഗ്യമുണ്ടേ കേൾക്കാം. പറയും നീ നീതിമാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴാണ് പറയേണ്ടത് നീ നീതിമാനായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ല ഭാര്യ, നല്ല മകനാണ്, നല്ല അമ്മയാണ്, നല്ല ജീവിത പങ്കാളിയാണെന്ന് ജീവിച്ചിരിക്കും പറയണം. മരിക്കുമ്പോഴല്ല പറയേണ്ടത്. അപ്പൊ കുരിശിന്റെ വഴിയിലെ ഓരോ ജീവിത അനുഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ്. സഹായകരായിട്ട് ദൈവം ഒരുപാട് മാലാഖമാരെ അയക്കും. റോനിക്കമാരുണ്ട്, ശമിയോന്മാരുണ്ട്, കല്ലറ പണിത് കാത്തിരിക്കുന്നവരുമുണ്ട്, കുരിശ് പണിയുന്നവരുണ്ട്, ആണി അടിക്കുന്നവരുണ്ട്, ആഞ്ഞാഞ്ഞ് ചമ്മട്ടി അടിക്കുന്നവരൊക്കെയുണ്ട്. ഇനി മുതലുള്ള വിശുദ്ധവാരങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് കൊടുക്കാതെ, ഭക്തിയും പവിത്രതയും മാത്രമായി ആക്കാതെ, എൻ്റെ ജീവിതഗന്ധിയായി ഞാൻ അങ്ങനൊരു സംഭവത്തിലേക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എപ്രകാരമാണ് അവയെ സ്വീകരിക്കേണ്ടതെന്നൊരു ഓർമ്മപ്പെടുത്തല. അതുള്ളപ്പോഴാണ് നമ്മുടെ നാളെ മുതലുള്ള ദിവസം അനുഗ്രഹമായിട്ട് മാറുക. നല്ല ഒരു വിശുദ്ധവാരം ആശംസിക്കുന്നു. പ്രാർത്ഥനയിലാവാം. ഈ കൂടിയ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കൃപയുണ്ടാവട്ടെ. നമ്മളൊക്കെ ബലഹീനരാണ്. ആരും അത്ര പുണ്യവരും പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ പുണ്യത്തിലേക്കുള്ള യാത്രയാവാം. ആ വഴിത്താരയിലെ അപകടങ്ങളെയാണ് മറികടന്നു പോകാൻ നമുക്ക് ആഗ്രഹിക്കേണ്ടത്. നമുക്കിന്ന് വിശുദ്ധ ആരാധനയുണ്ട്. നമ്മുടെ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്, സമയം പാലിക്കേണ്ടത് കൊണ്ട്. ധ്യാനത്തിൻ്റെ ആരാധന ഇന്ന് ഈശോ എല്ലാ സ്വർഗീയ മഹിമയും മാറ്റിവെച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അൾത്താരയുടെ പവിത്രതയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഇടയിലൂടെ ഈശോ കടന്നു വരും. ആരും ഈശോയെ സ്പർശിക്കേണ്ട, മനസ്സുകൊണ്ടുള്ള ആഗ്രഹം മതി. പേര് വെഞ്ചരിക്കാൻ പോകും അല്ലേ? വെള്ളം ഏതെങ്കിലും മൂലയ്ക്കുണ്ടെങ്കിലും അവിടെ വെഞ്ചരിക്കുക.
ഇന്നടത്ത് തന്നെ ചില ഒപ്പിച്ച് പറയും, അച്ഛാ തളി 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 ഉണ്ടല്ലേ, ഒപ്പിച്ച് ചെല്ലാൻ പോകുമ്പോൾ കൈ വെച്ചാൽ മതി. ഇന്നടത്ത് വെള്ളം വീഴണമെന്നില്ലല്ലോ. ഒപ്പിച്ച് ചെല്ലുമ്പോൾ പറയാറില്ലേ, അച്ഛാ ഇവിടെ തളിച്ചിട്ട് പോയി ആ പേരെ തളിക്ക്, ഞാൻ തളിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ. എൻ്റെ ആവശ്യമില്ല കേട്ടോ. വിശ്വാസപൂർവ്വം ഈശോ കടന്നു പോവുകയാണ്, നീ എന്നെ സ്പർശിക്കണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായാൽ മതി. തൊട്ടാൽ മാത്രം. തോമാസിയുടെ മക്കളാണല്ലേ, സെൻറ് തോമസിന്റെ മക്കൾ പറയാം, അത് വേണ്ട, ആരും സ്പർശിക്കേണ്ട, വഴി തരണം. ക്യാമറയൊക്കെ നോക്കി വെച്ചോണം ഒതുക്കി പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഓരോ ഇടത്ത് വരുമ്പോഴും ഈശോയുടെ ആശീർവാദം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങി വന്ന ഒരു ഈശോ. പാട്ട് പാട്ടുന്നതിനിടയ്ക്ക് ബ്രേക്ക് ഉള്ളപ്പോൾ ആശീർവദിക്കും. ഈശോ പോകുന്നതനുസരിച്ച് നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കരുത്, ഈശോയുടെ കൂടെ ആവണം. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് നോക്കിക്കോണം. തിരികെ വരുമ്പോഴും അങ്ങനെ. ഈശോയ്ക്ക് പിതാവിന് മുഖം തിരികെ അനുവാദാർക്കേ ഉള്ളായിരുന്നു, മോശയ്ക്ക് മാത്രമേ ഉള്ളൂ. വായിച്ച ഉൽപ്പത്തി വായിക്കണം. മോശയോട് പറയുന്നുണ്ട്, നീ പുറം എൻ്റെ കാണും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പുറം കാണിക്കരുത് ഈശോയ്ക്ക്. ഈശോ എഴുന്നള്ളി വരുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാൻ. നിങ്ങൾക്ക് നാണക്കേടൊന്നും വേണ്ട, സ്തുതിക്കാം കേട്ടോ. ആരും ഒന്നും കളിയാക്കാൻ പോകണമെന്നില്ല. സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, വിലപിക്കുക, സങ്കടപ്പെടുക, ആശ്വാസമാവുക, അവൻ്റെ ചൈതന്യം അനുഭവിക്കുക. ആരാധന നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് വരിക, അവിടെ നിന്ന് തിരികെ വരുന്നത് വരെയും നമ്മൾ നിശബ്ദരായിരിക്കാതെ ഈശോ എന്നിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാക്കി മാറ്റി അതൊരു ചൈതന്യമാക്കി ഒരു മുതൽക്കൂട്ടാക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ എന്നെ തേടി വന്ന ഈശോ. പിതാവിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നലെ 3 ഉപമയിൽ, ജന്തുക്കളും മൃഗമൊക്കെ ആയപ്പോഴത്തേക്കും അവൻ തേടിപ്പോയി. നമ്മളെ തേടുന്ന, നമ്മിലേക്ക് വന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. നിങ്ങൾ എണീക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ആ കസേരകൾ ഉള്ളിലേക്ക് മാക്സിമം ഇടാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ആരാധിക്കാം. നന്ദി പറയാം. ഈ 4 ദിവസം നല്ല കാലാവസ്ഥയല്ലേ, ചിലപ്പം ഭയന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു ഞങ്ങളുടെ വെട്ടുകാടൊക്കെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് ഓർത്തുണ്ടോ, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ എന്നും ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ ഫോൺ വിളിക്കും, ഒന്ന് ബ്ലസ് ചെയ്യാൻ പറയും. അൽമായരാ കേട്ടോ, അച്ഛന്മാരൊന്നുമല്ല. ചുമ്മാ കുഞ്ഞു നിന്നിട്ട് പറയും, മോനെ ഒന്ന് ബ്ലസ് ചെയ്തേടാ. ചില കാണുമ്പോൾ ഒരു ആശ്വാസമാവും. ഈ ധ്യാനിക്കുമ്പോൾ ഒരു ബ്ലസ്സിങ്ങാണ് നമുക്ക്. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ചേച്ചിയുണ്ട്, തിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈദികർ, ധ്യാനിപ്പിച്ച ശുശ്രൂഷകരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക്. അപ്പം നമ്മുടെ ആ വിശുദ്ധിയുടെ ജീവിതവുമാണ് വലിയ കുഴപ്പമില്ലാതെ, കാലാവസ്ഥ ബുദ്ധിമുട്ടിപ്പിക്കാതെ ധ്യാനിക്കാൻ പറ്റിയത്. നന്ദിയുള്ളവരാവുക. മഴയും പെയ്യാമായിരുന്നു, നല്ലതാണെങ്കിലും അശക്തതയൊന്നും ഉണ്ടാവാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. നമുക്ക് നല്ല സന്തോഷമായി മാറാം. ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, നാളെ കൊണ്ട് ഈസ്റ്റർ കൊണ്ട് തീരരുത്. ഈസ്റ്റർ കഴിയുമ്പോൾ ഓർത്തോണം, നമ്മുടെ പടിവാതിക്കൽ ഇങ്ങനെ എല്ലാ അപകടങ്ങളും പഴയതിലും ഊർജ്ജത്തോടുകൂടെ കാത്തിരിപ്പുണ്ട്. വീണു പോവാതിരിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടാമോ? ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ആരാധന ഹല്ലേലൂയ, 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 ആരാധന ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. ആരാധന ഹല്ലേലൂയ, 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 ആരാധന ഹല്ലേലൂയ. ത്രിത്വൈക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടുകൂടെ ആവാം. ഈ 4 ദിവസങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക് അഭിഷേകത്തിന് ദിനങ്ങളായിരുന്നു. ഒരുപാട് പേര് നമ്മളെ ഓർത്ത് പ്രാർത്ഥിച്ച ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിലും അല്പമൊക്കെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ദിവസങ്ങൾ. അതായത് സ്വർഗം നമ്മളെ ഓർത്ത് ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയതോർത്ത് ദൈവം അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് കിട്ടിയ ചൈതന്യങ്ങൾ, ഈ 4 ദിവസങ്ങൾ എവിടെങ്കിലുമൊക്കെ നമുക്ക് നല്ല ചിന്തകൾ കിട്ടിയിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു വാക്ക് എന്നെ ഏറെ സ്പർശിച്ചിട്ടുണ്ടാവാം. അത് മതി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ. ദൈവം അത് മാത്രമാണ് എനിക്ക് വേണ്ടി പറഞ്ഞത്. ഈശോയെ, കിട്ടിയ വചനങ്ങളുടെ ചൈതന്യം അനുഗ്രഹമാകുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ മാതാവ് കേട്ട വചനമാണ് രക്ഷകനായി പുറത്തേക്ക് വന്നത്. ഞാൻ കേട്ട വചനം എൻ്റെ ഹൃദയ നിലങ്ങളിൽ വളരുവാനായിട്ട് ഞാൻ ഇടം കൊടുക്കുന്നുണ്ടോ? അതെൻ്റെ ഹൃദയത്തിൽ വളരുമ്പോൾ എൻ്റെ കുടുംബത്തിലും രക്ഷ പിറവിയെടുക്കുന്നുണ്ട്. അമ്മ മാതാവ് കേട്ട വചനം അമ്മ ഹൃദയത്തിൽ സ്വീകരിച്ചു, വളരുവാനായിട്ട് സമ്മതം മൂളി വളർന്നു.
അത് രക്ഷകനായി പുറത്തേക്ക് വന്നു. എൻ്റെ ജീവിതത്തിലും ഞാൻ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹൃദയത്തിൽ രൂപപ്പെടുവാൻ, വളർത്തുവാനായിട്ട് ഞാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അത് മനസ്സ് കാണിക്കണമെങ്കിൽ മറ്റു ചില ഇടങ്ങളോട് ഞാൻ വേണ്ട എന്ന് പറയണം. എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ അല്പം കൂടെ നന്മയുടെ ക്രിയകളുണ്ടാവണം. എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചിട്ട് ദൈവത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കാതെ ലൗകികമായവയെ വെടിഞ്ഞിട്ട് വേണം അലൗകികമായവയെ സ്വീകരിക്കുവാൻ. ഈശോയെ, ഞങ്ങൾ നാളെ മുതൽ വലിയ ഒരുക്കത്തിലാണ്. ഇത്രയും നാൾ ഞങ്ങൾക്കത് ഈശോ മിശിഹായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അവൻ ചമ്മട്ടി അടിയേറ്റപ്പോൾ, അവൻ കുരിശിൽ നിന്ന് വീണപ്പോൾ, ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ കൊണ്ടപ്പോഴ കൊണ്ട സിനിമ മിശിഹായത്തെ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, നിന്റെ വേദന ഓർത്താ ഞങ്ങൾ കരഞ്ഞത്. അപ്രകാരമായിരുന്നില്ല അത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ഈ വിശുദ്ധ വാരത്തിന് വലിയ ബന്ധമുണ്ട്. നിന്റെ മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും നീ അഭിമുഖീകരിക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ് ഈ ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങൾ. ഈശോയെ നന്ദി പറയുന്നു നല്ല ബോധ്യങ്ങൾ തന്നതിന്. പലപ്പോഴും തെറ്റായ ബോധ്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് കടക്കുവാനുള്ള കാരണങ്ങൾ. തെറ്റായ അറിവുകൾ പലപ്പോഴും ഞങ്ങളെ ദൈവവുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ചില വ്യാഖ്യാനങ്ങളിൽ, തർക്കങ്ങളിലൊക്കെ എൻ്റെ അറിവാണ് ശരിയെന്ന വ്യാജേന ധാരണയിൽ ഞാൻ പറഞ്ഞതൊക്കെയാണ് പലപ്പോഴും സങ്കടത്തിൻ്റെ കാരണമായത്. ഈശോയെ, നല്ല ബോധ്യങ്ങൾ മാത്രം, നല്ല അറിവുകൾ മാത്രം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദാഹത്തോടെ ആവണം ഈശോയെ നോക്കേണ്ടത്. ഈ വെള്ള അപ്പത്തിൽ ജീവനുള്ള ദൈവമുണ്ട്. ഒരു ചെറിയ കാറ്റ് വന്നാൽ പറക്കാൻ മാത്രമേ ഈ അപ്പമുള്ളൂ. പക്ഷേ ചെറിയ കാറ്റിലും പറക്കാൻ ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ കൊടുങ്കാട്ടിനെ ശമിപ്പിക്കുന്ന ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെങ്കടലുകൾ ഉണ്ടാകുമ്പോൾ ആ ചെങ്കടൽ മറികടന്നു പോകുവാനുള്ള ശക്തി ഈ അപ്പത്തിനുണ്ട്. നിന്റെ ഭാരങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ അവയെ ലഘൂകരിക്കുവാൻ നീ എൻ്റെ നുകം വഹിക്കുമ്പോൾ അത് അനുഗ്രഹമാക്കുന്ന ഒരു ശക്തിയാണ് ഈ കുഞ്ഞ് അപ്പത്തിലുള്ളത്. എമ്മാവൂസിലെ മക്കൾ പ്രാർത്ഥിച്ചതുപോലെ, നാഥ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറയണം. മാനേ നൊബിസ്കും ദോമിനെ, വിട്ടുപോകരുത് ഞങ്ങൾ വിട്ടുപോവുകയാണ്. ജെറുസലേമിൽ നിന്ന് മാറിപ്പോവും ഞങ്ങളുടേതായ എമ്മാവൂസുകളിലേക്ക്. ആദിമാതാപിതാക്കളുടെ മരം പോലെ ചെറിയ മരങ്ങൾ ഞങ്ങൾക്കുമുണ്ട്, ഒളിച്ചിരിക്കുകയാണ് ഞങ്ങൾ. നീ ഉലാത്താൻ വരുമ്പോൾ, ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ മാറിപ്പോവുകയാണ്. മുഖദർശനം തരാൻ മനസ്സ് കാണാതെ, പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ. ഈശോയെ, ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്നവർ, വരാൻ സാധ്യമാകാത്തവർ, വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, ഞങ്ങളുടെ പൂർവികന്മാർ, കാലാകാലങ്ങളായി സ്വർഗത്തിലുള്ള നമ്മുടെ എല്ലാ കാർന്നവന്മാരെ ഓർക്കണം. ഞാൻ പറഞ്ഞു, കാലാകാലങ്ങളായി സ്വർഗത്തിലുള്ള കാർന്നവന്മാർ, നമ്മുടെ പൂർവികർ സ്വർഗത്തിലുള്ളവർ നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ ഇടനിലക്കാരാണ്. എല്ലാ ആത്മാക്കളും നമുക്ക് വേണ്ടി മാധ്യസ്ഥം യജിക്കുന്നുണ്ട്. ആ യാചന അനുഗ്രഹമാവണമേ. ഇടവകയെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിൽ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ശിരസ് കുമ്പിടുമ്പോൾ അത് ആത്മാർത്ഥമായ കുമ്പിടലാവണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നീയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവൻ, നീയാണ് ആരാധ്യൻ, നിനക്ക് മാത്രമാണ് ആരാധന. ആ ഒരു ബോധ്യത്തോടു കൂടെ ഞാൻ കുനിയുമ്പോൾ എൻ്റെ സ്പർശനം നിനക്കുണ്ടാവണമേ, നിന്റെ കരസ്പർശം എനിക്കുണ്ടാവണമേ. നിന്റെ പാദത്തിൽ ഞാൻ ശിരസ് കുമ്പിടുമ്പോൾ എൻ്റെ ശിരസിൽ നിന്റെ കരമുണ്ടാവണമേ.
പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, ആ ഒരു ബോധ്യത്തോടു കൂടെ, ആ ഒരു ചിന്തയോടു കൂടെ നമുക്ക് ത്രിത്വിക ദൈവത്തെ പാടി പുകഴ്ത്താം.